So hi, good evening. Good evening. Welcome to Biology Revision. കോഡിന്റെ ബയോളജി റിവിഷൻ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. എല്ലാവർക്കും എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിബിൾ ആണോ? ഹലോ ഹലോ കേൾക്കാൻ പറ്റുന്നില്ലേ? ഗുഡ് ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ്. Okay, good evening. So fine, we are going on to discuss a chapter, the cell, the unit of life എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം what you mean by a cell. Cell is the basic structural and functional unit of a living organism. ഒരു ലിവിങ് ഓർഗാനിസം എന്നൊരു ഒരാളെ നമ്മൾ പറയണമെങ്കിൽ അയാളുടെ കയ്യിൽ ഒരു ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് വേണം, ദാറ്റ് ഈസ് കോൾഡ് സെൽ. അപ്പൊ ഈ സെൽ എന്ന് പറയുന്ന സാധനം, സെല്ലിനകത്ത് മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കും. അപ്പോൾ ഇറ്റ്സ് എ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയാം. ആൻഡ് ഇപ്പൊ ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന മൾട്ടിപ്പിൾ സെൽസ് വെച്ചിട്ടാണ്. അപ്പൊ അതൊരു സ്ട്രക്ചറൽ യൂണിറ്റ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. സോ അതില് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഇറ്റ്സ് എ ചാപ്റ്റർ കമ്മിങ് ഓൺ ദ തേർഡ് യൂണിറ്റ്. അപ്പൊ നമ്മളുടെ പ്ലസ് വണ്ണിൽ നമുക്ക് 3 യൂണിറ്റ്സ് ആണുള്ളത്. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ്, തേർഡ് ആൻഡ് ഫിഫ്ത്ത് യൂണിറ്റ്. ഓക്കെ, 5 യൂണിറ്റ്സ് ആണുള്ളത്. അപ്പൊ അതിലെ തേർഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഏത്, ഈ പറഞ്ഞ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതാണുള്ളത്, ബയോമോളിക്യൂൾസ്, പിന്നെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് തുടങ്ങുന്ന സമയത്ത് there is a description about a scientist. ഒരു സയന്റിസ്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്താ അത്? GN രാമചന്ദ്രൻ. GN രാമചന്ദ്രൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഹീസ് ആൻ ഇന്ത്യൻ അല്ലെ, ഇന്ത്യൻ ആണ്. ആൻഡ് ഹി വാസ് ബോൺ ഓൺ October 8 അല്ലെ 1922 ഇൻ സ്മോൾ ടൗൺ നോട്ട് ഫാർ ഫ്രം കൊച്ചിൻ. ഓക്കെ, സൗത്ത് വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് നമ്മളുടെ കേരള. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, രാമചന്ദ്രൻ, GN രാമചന്ദ്രന്റെ എന്താ പറയാ സ്റ്റഡീസ് ഒക്കെ നടക്കുന്നതുകൊണ്ടാണ് മദ്രാസ് സ്കൂൾ ഓഫ് കൺഫർമേഷൻ അനാലിസിസ് ഓഫ് ബയോപോളിമേഴ്സ്. ഹി വാസ് ദ ഫൗണ്ടർ. അദ്ദേഹമാണ് അത് ഫൗണ്ട് ചെയ്തത്. പിന്നെ അദ്ദേഹം നേച്ചർ എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷനിൽ 1954 കൊള്ളാജൻ, ഓക്കെ, ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് കൊള്ളാജൻ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കാം. ആൻഡ് ഹി ഗോട്ട് ഗ്രാജുവേറ്റഡ് ഇൻ 1942 ആൻഡ് BSc ഓണേഴ്സ് ഫിസിക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക. ഹി വാസ് while at Cambridge, രാമചന്ദ്രൻ met Linus Pauling. And he was deeply influenced by Linus Pauling ആണ് എന്ത് ചെയ്തത്, publication of models of alpha helix and beta sheet structure that directed the attention of solving the structure of collagen. അപ്പൊ അദ്ദേഹമാണ് പ്രോട്ടീനിന്റെ ആൽഫ ഹെലിക്സ് ആൻഡ് ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ലിനസ് പോളിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് GN രാമചന്ദ്രൻ എന്ത് ചെയ്യുന്നത്, കൊളാജന്റെ ഹെലിക്കൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നത്, പറയുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഹി വാസ് പാസ്ഡ് അവേ അറ്റ് ദ ഏജ് ഓഫ് 78. അതൊക്കെ നിങ്ങൾ നോക്കുക. Now coming on to the cell, the unit of life അല്ലെ, cell the unit of life. അതില് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, all living organisms, ഏത് ലിവിങ് ഓർഗാനിസിനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് കോൾഡ് സെൽ കൊണ്ടാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ പറയുന്ന സെൽ എന്ന് പറയുന്ന വസ്തു ഇതിന് ആദ്യമായിട്ട് കണ്ടതാരാണ്? സോ അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരാളുടെ പേരെന്ന് പറയുന്നത് റോബർട്ട് ഹുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. ഹുക്ക്. ഈ റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യത്തെ സെല്ല് കാണുന്നത്. ബട്ട് ദ സെൽ ഒബ്സർവ്ഡ് ബൈ റോബർട്ട് ഹുക്ക് വാസ് എ നോൺ ലിവിംഗ് സെൽ. അതൊരു നോൺ ലിവിംഗ് സെല്ലായിരുന്നു. കോർക്ക് സെല്ലാണ് അദ്ദേഹം ആദ്യമായിട്ട് കാണുന്നത്. അതും 1665 അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഡെഡ് ആയിട്ടുള്ള കോർക്ക് സെൽ കാണുന്നത്. പക്ഷേ ആദ്യത്തെ ലിവിംഗ് സെല്ല് കാണുന്നത് ആന്റൺ വാൻ ല്യൂവൻഹോക്ക്. ഓക്കെ, ആന്റൺ വാൻ ല്യൂവൻഹോക്ക് ആണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ ലിവിംഗ് ആയിട്ടുള്ള സെല്ല് കാണുന്നത്. പിന്നെ അടുത്ത ഒരാളുടെ പേരാണ് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ആള്. ഹി വാസ് ദ ഇൻവെന്റർ ഓഫ്, അല്ലെങ്കിൽ കണ്ടുപിടിച്ച ന്യൂക്ലിയസ് അല്ലെ, ന്യൂക്ലിയസ്. അപ്പൊ ആദ്യത്തെ ഡെഡ് സെല്ല് അല്ലെങ്കിൽ സെൽ എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുന്ന റോബർട്ട് ഹുക്ക് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിവിംഗ് സെല്ല് കണ്ടുപിടിക്കുന്ന ആന്റൺ വാൻ ല്യൂവൻഹോക്ക് ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ ആരാണ് ന്യൂക്ലിയസ് കണ്ടുപിടിക്കുന്നത്, ആരാണ്? ഇറ്റ് ഈസ് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ആളാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റഡി ഓഫ് സെൽസിന്റെ സ്റ്റഡിയെ നമ്മൾ പറയുന്ന പേരാണ് സൈറ്റോളജി ഇസ് ദ ബ്രാഞ്ച് ഫോർ ദ സ്റ്റഡി ഓഫ് സെൽ ആൻഡ് ഫോം, ആൻഡ് സെല്ലിന്റെ ഫോമും സ്ട്രക്ചറും ഒക്കെ പഠിക്കാനുള്ള ബ്രാഞ്ച് ഓഫ് ബയോളജി ആണ് ഈ പറയുന്ന സൈറ്റോളജി എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇഫ് ആൻ ഓർഗാനിസം ഈസ് യൂണിസെല്ലുലാർ, ആ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇഫ് ഹി ഈസ് ഹാവിംഗ് എ സിംപ്ലസ്റ്റ് ഫോം, ദാറ്റ് ഈസ് ദ സെൽ, ഹി ക്യാൻ ഹാവ് എൻ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് തന്നെ സർവൈവ് ചെയ്യാനുള്ള
കഴിവുണ്ടാവും. അപ്പൊ സെൽ എന്ന് പറയുന്ന സാധനം ബേസിക് ആവാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സെൽ ഉണ്ടെങ്കിൽ സെല്ലിൽ റെസ്പിറേഷൻ നടക്കും, എക്സ്ക്രീഷൻ നടക്കും, മെറ്റബോളിസം, എവറിത്തിങ് വിൽ ബി ഹാപ്പനിങ് ഇൻ ദ സിംഗിൾ സെൽ. പക്ഷേ ഈ സെൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലാന്ന് വിചാരിക്കൂ, ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോ അറ്റ്ലീസ്റ്റ് ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള സെൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് എന്തുള്ളൂ, സർവൈവൽ ഉള്ളൂ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ടാണ് സെല്ലിന് എന്ത് ചെയ്യുന്നത്, ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നതെന്ന് ഓർത്ത് വെക്കാം. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇവിടെ രാമചന്ദ്രൻ, GN രാമചന്ദ്രന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിനകത്ത്, അത് നിങ്ങൾ നോക്കി വെക്കുക. GN രാമചന്ദ്രനാണ്, അത് നിങ്ങൾ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് തിങ്, വാട്ട് ഈസ് എ സെൽ? വാട്ട് ഈസ് എ സെൽ എന്താണ് ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ആരാണ് കണ്ടുപിടിച്ചത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നൗ സെല്ലിനെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള സാധനമാണ് സെൽ തിയറി. ആരാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്യുന്നത്? സെൽ തിയറി പ്രപ്പോസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് മാത്യസ് ശ്ലീഡൻ. മാത്യസ് ശ്ലീഡൻ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ബൊട്ടാനിസ്റ്റ് ആണ്. ഹി ഒബ്സർവ്ഡ് എ ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, പ്ലാന്റ്സിനെ എക്സാമിൻ ചെയ്തിട്ട് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യമാണ്, പ്ലാന്റ്സിന്റെ ശരീരം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് കൊണ്ടാണ്. ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് കൊണ്ടാണ് പലതരം ടിഷ്യൂസ് എവിടെ ഉണ്ടായിരിക്കുന്നത്, പ്ലാന്റിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? ഈ പറയുന്ന മാത്യസ് ശ്ലീഡൻ ആണ്. ഓക്കെ, ആൻഡ് ഏകദേശം അതേ സമയത്ത് മാത്യസ് ശ്ലീഡനും ഷ്വാനും, ഓക്കെ, തിയോഡോർ ഷ്വാൻ, ഓക്കെ, അദ്ദേഹം എന്താ ചെയ്തത്? ഹി ഒബ്സർവ്ഡ് അനിമൽ സെൽസ്. അദ്ദേഹം അനിമൽ സെൽസിനെ ഒബ്സർവ് ചെയ്തു. ആൻഡ് അനിമൽ സെൽസിനെ, പ്ലാന്റ് സെല്ലിനെ അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്ലാന്റ് സെല്ലിൽ ഉള്ള ഒരു സാധനം എവിടെ ഇല്ല, അനിമൽ സെല്ലില്ല. ദാറ്റ് ഈസ് ദ സെൽ വാൾ. സെൽ വാൾ എന്ന് പറയുന്ന സ്ട്രക്ചർ എവിടെ ഇല്ല, ഈ പറയുന്ന നമ്മളുടെ എന്താ പറയാ അനിമൽ സെൽസിൽ ഇല്ല. അപ്പം സെൽ വാൾ ഈസ് എൻ യുണീക് ക്യാരക്ടർ ഫോർ പ്ലാന്റ് സെൽസ് എന്ന് പറയുന്ന ആരാണ്? ഷ്വാൻ ആണ് പറയുന്നത്. ആൻഡ് ദീസ് ടു ഇൻഡിവിജ്വൽ ടുഗദർ ഫോർമുലേറ്റഡ്, ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് എന്ത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്? സെൽ തിയറി ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ സെൽ തിയറിയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഒന്നാമത്തെ കാര്യം എന്താണ്? ഓൾ ലിവിംഗ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് സെൽസ്. എല്ലാ ജീവജാലങ്ങളും അല്ലെങ്കിൽ എല്ലാ ജീവനുള്ള വസ്തുക്കളുടെയും ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് അല്ലെങ്കിൽ സെൽസിന്റെ പ്രോഡക്റ്റ് കൊണ്ടാണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണ്? സെൽസ് ഒറിജിനേറ്റ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. നേരത്തെ ഉണ്ടായിരുന്ന സെല്ലിൽ നിന്നേ പുതിയൊരു സെൽ ഉണ്ടാവുള്ളൂ. ഇത് പറഞ്ഞത് ശ്ലീഡനും ഷ്വാനും അല്ല. ശ്ലീഡനും ഷ്വാനിനും ഇതിന് ഉത്തരം പറയാൻ പറ്റാതിരുന്നു. ആ സമയത്ത് റുഡോൾഫ് വിർച്ചോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് വന്നിട്ട് എന്ത് പറയുന്നത്? ഒംനിസ് സെല്ലുലെ, ഈ സെല്ലുലെ എന്ന് പറയുന്ന ടേം പറയുന്നത്. അതായത് സെൽസ് ഒറിജിനേറ്റ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ എന്ന് പറയുന്നത് റുഡോൾഫ് വിർച്ചോ ആണ്. അപ്പൊ അദ്ദേഹം സെൽ തിയറിനെ മോഡിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു സെന്റൻസ് കൂടെ വന്നിട്ടാണ് മോഡേൺ സെൽ തിയറി ഉള്ളത്. അതായത് എവറി ലിവിംഗ് ഓർഗാനിസം, ഓൾ ലിവിംഗ് ഓർഗാനിസംസ് ആർ കമ്പോസ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് സെൽസ്. അതേപോലെ അടുത്ത ടേം എന്താണ്? സെൽസ് ഒറിജിനേറ്റ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് എന്ന് പറയുന്ന ടേമും കൂടെ വരും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സെൽ ഈസ് ദ സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്, സെൽ ഈസ് എ ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്. ഇതൊക്കെ കാര്യങ്ങൾ ശരിയാണ്. ഇനി ഇവര് പറഞ്ഞ ഈ സെൽ തിയറി അക്സെപ്റ്റ് ചെയ്യാത്ത ചില ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ട്. സെൽ തിയറിയിൽ നിന്നുള്ള എക്സെപ്ഷൻസ് ആരൊക്കെയാണ്? ഒന്നാമത്തത് വൈറസ്. ഓക്കെ, വൈറസ് സെൽ തിയറിക്ക് ഒരു എക്സാമ്പിൾ ആണ്. രണ്ടാമത്തത് സീനോസൈറ്റ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു സെല്ലിന് ബേസിക്കലി ഒരു ന്യൂക്ലിയസ് ആണ് നമ്മൾ പറയുന്നത്. പക്ഷെ മൾട്ടിപ്പിൾ ന്യൂക്ലിയസ് കണ്ടീഷൻ ഉണ്ടെങ്കിലോ അപ്പൊ നമുക്ക് സെൽ തിയറിയിൽ നിന്ന് മാറി പറയേണ്ടി വരും. അടുത്ത കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം ബാക്ടീരിയ ആൻഡ് സൈനോ ബാക്ടീരിയ. പിന്നെ RBC ആൻഡ് CU2. RBCയുടെ പ്രശ്നം എന്താണ്? ഹ്യൂമൻ RBCക്ക് ന്യൂക്ലിയസ് ഇല്ല. അപ്പൊ അതിനെ സെല്ലായിട്ട് കൺസിഡർ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതേപോലെ CU2s അവർക്ക് എന്തില്ല? ഈ പറയുന്ന ന്യൂക്ലിയസ് ഇല്ല. അപ്പൊ അവരെ നമ്മൾ അങ്ങനത്തെ ഒരു കൺസിഡറേഷനിൽ കൊണ്ടുവരും. അപ്പോൾ സെൽ തിയറിയിലുള്ള എക്സെപ്ഷണൽ കേസസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. വൈറസ്, സീനോസൈറ്റ്സ്, ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ, പിന്നെ അതേപോലെ തന്നെ ആരാണ് ഈ പറയുന്ന നമ്മളുടെ RBCയും CU2s ഒക്കെ നിങ്ങൾക്ക് അതിൽ പറയാം. ഇനി നമുക്ക് ഒരു എന്താ പറയാ an overview of a cell, ഒരു സെല്ലിന്റെ എന്താ പറയാ ഒരു ഓവർവ്യൂ ആണ് നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന സെല്ല് എന്ന് പറയുന്ന സാധനം നമ്മൾ എടുക്കുകയാണെങ്കിൽ there are different types of cells അല്ലെ. ഇപ്പൊ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഞാൻ ഒരു സെൽ എടുക്കുന്നു. ആ സെല്ലിന് ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ടാവും. ദാറ്റ് ഈസ് if it is an animal cell it is called plasma membrane അല്ലെ. ഇതിനെ മെംബ്രെയിൻ എന്ന് വിളിക്കും, പ്ലാസ്മ മെംബ്രെയിൻ. ഇതിനുള്ളിലോട്ട് കാണുന്ന സാധനങ്ങളെയൊക്കെ എല്ലാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഉള്ളിലോട്ടുള്ള സാധനങ്ങളെല്ലാമാണ് ആ സെല്ലിന്റെ കമ്പോണൻസ് എന്ന് പറയാം. അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് എ യൂക്കാരിയോട്ടിക് സെൽ യു ക്യാൻ സീ എ ന്യൂക്ലിയസ് അല്ലെ. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് കാണാൻ പറ്റും? there is a quasi fluid ആയിട്ടുള്ള ഒരു ഏരിയ കാണാൻ പറ്റും. this is called cytoplasm. okay, cytoplasm is the main arena for cellular activities. സെല്ലിലെ എന്താ പറയാ റിയാക്ഷൻസ് അല്ലെങ്കിൽ മെറ്റബോളിക് ആക്ടിവിറ്റീസ്, എൻസൈം ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്ന എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണെന്നുള്ളത് ഓർത്തു വെക്കുക.
ആൻഡ് അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിനകത്തായിരിക്കും മെജോറിറ്റി ഓഫ് ടൈംസ് എന്തുണ്ടാവുക, ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്ന സാധനം ഉണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാം. ഇഫ് എ സെൽ ഈസ് ലാക്കിംഗ് ദിസ് ന്യൂക്ലിയസ് ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് സെൽ ക്യാൻ ബി കോൾഡ് as a പ്രോകാരിയോട്ടിക് സെൽ. ആ സെല്ലിനെ നമ്മൾ എന്താ വിളിക്കുക, പ്രോകാരിയോട്ടിക് സെൽ എന്നാണ് വിളിക്കുക. എന്നാൽ ന്യൂക്ലിയസ് ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിക്കുക, യൂകാരിയോട്ടിക് സെൽ എന്ന് വിളിക്കുക. അപ്പോ ഇഫ് ന്യൂക്ലിയസും സെൽ ഓർഗനൽസും പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെൽ ആണെങ്കിൽ ഇറ്റ് ഈസ് എന്താണ്, യൂകാരിയോട്ടിക് സെൽ. ഇഫ് ഇറ്റ് ഈസ് ലാക്കിംഗ് ഇറ്റ് then it is called prokaryotic cell. പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഒരു കിങ്ഡത്തിന്റെ പേര് പറയാമോ? പ്രോകാരിയോട്ടിക് കിങ്ഡം, പ്രോകാരിയോട്ടിക് കിങ്ഡത്തിന്റെ പേര്, പ്രോകാരിയോട്ടിക് കിങ്ഡത്തിന്റെ പേര് ഒരു യെസ്, കിങ്ഡം മൊണീറ. കിങ്ഡം മൊണീറ ഈസ് എന്താണ്, പ്രോകാരിയോട്ടിക് അല്ലെ. കിങ്ഡം മൊണീറ ഈസ് പ്രോകാരിയോട്ടിക്. അത് കഴിഞ്ഞ് ബാക്കി എല്ലാവരും, അതായത് പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമാലിയ എല്ലാം എന്താണ്, ദേ ആർ യൂകാരിയോട്ടിക് ആണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. യെസ്, കിങ്ഡം മൊണീറ ആണ് എന്ത്, പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള കിങ്ഡം. നൗ നെക്സ്റ്റ് തിങ് എന്താണ്, ഈ പറയുന്ന ഓർഗനൽസിലേക്ക് വരാം. whatever thing you see inner to the എന്താ പറയുക cell membrane with a membrane bound or membrane less ആയിട്ടുള്ള ഓർഗനൽസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സെൽ ഓർഗനൽസ് എന്ന് വിളിക്കുക. അപ്പൊ സെൽ ഓർഗനൽസ് പല ടൈപ്പ് ഉണ്ട്. സെൽ ഓർഗനൽസ് സിംഗിൾ മെംബ്രെയിനസ് ഉണ്ട്, ഡബിൾ മെംബ്രെയിനസ് ഉണ്ട്, മെംബ്രെയിൻ ലെസ് സെൽ ഓർഗനൽസ് ഉണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂകാരിയോട്ടിക് സെല്ലില് സിവിയർ കമ്പാർട്ട്മെന്റലൈസേഷൻ ആണ്. അതായത് ഓരോ സെൽ ഓർഗനിലും ഓരോ ജോലിയുണ്ട്. ഫോർ എക്സാമ്പിൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് ഒരു ജോലി പറഞ്ഞിട്ടുണ്ട്, അത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ചെയ്യും. ഗോൾഗി അപ്പാരറ്റസിന് ഒരു ജോലി പറഞ്ഞിട്ടുണ്ട്, അത് ഗോൾഗി അപ്പാരറ്റസ് ചെയ്യും. മൈറ്റോകോൺട്രിയക്ക് ഒരു ജോലി പറഞ്ഞിട്ടുണ്ട്, അത് മൈറ്റോകോൺട്രിയ ചെയ്യും. അപ്പോ ഹിയർ ഓൾ ദ ജോബ്സ് ആർ എന്താണ്, സ്പെസിഫൈഡ് ടു സർട്ടൺ എന്താണ് ഓർഗനൽസ്. അപ്പോ അങ്ങനെ ഓർഗനൽസ് കാണാൻ കഴിയുന്നത് എവിടെയാണ്, ഇറ്റ് ഈസ് ഇൻ ദ യൂകാരിയോട്ടിക് സെൽസ് എന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ പറയുന്ന സെല്ലിനകത്തുള്ള മെംബ്രെയിൻ ലെസ് ഓർഗനൽസ്, മെംബ്രെയിൻ ഇല്ലാത്ത ഓർഗനൽസ് ഏതാണെന്ന് പറയാം. ഏതൊക്കെയാണ് മെംബ്രെയിൻ ഇല്ലാത്ത ഓർഗനൽസ്? ഒന്ന് റൈബോസോം, റൈബോസോം ഈസ് എ മെംബ്രെയിൻലെസ് ഓർഗനൽ. രണ്ട് സെൻട്രിയോൾ, അനിമൽ സെൽസിൽ മാത്രമേ കാണുള്ളൂ, ദാറ്റ് ഈസ് കോൾഡ് സെൻട്രിയോൾ എന്താണ്, ഒരു മെംബ്രെയിൻലെസ് ഓർഗനൽ ആണ്. ഇനി അടുത്തത് സിംഗിൾ മെംബ്രെയിൻ, ഒറ്റ മെംബ്രെയിൻ മാത്രമുള്ള സെൽ ഓർഗനൽ ഏതൊക്കെയാണ്? ഒന്ന് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. നെക്സ്റ്റ് വൺ ഗോൾഗി കോംപ്ലക്സ്. പിന്നെ അത് കഴിഞ്ഞാൽ എന്താണ്, ലൈസോസോംസ്. ഓക്കെ, ലൈസോസോം. അടുത്തെന്താണ്, മൈക്രോബോഡീസ്. ഇത്രയും എന്താണ്, ദീസ് ആർ സിംഗിൾ മെംബ്രെയിനസ് സ്ട്രക്ചേഴ്സ് ആണെന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തെന്താണ്, ഡബിൾ മെംബ്രെയിനസ് ആയിട്ടുള്ള ഓർഗനൽസ് ഏതൊക്കെയാണ്? മൈറ്റോകോൺട്രിയ. ആൻഡ് അടുത്തത് എന്താ പറയുന്നത്, പ്ലാസ്റ്റിഡ്സ്. ഇത് ഇത്രയുമാണ് നമുക്ക് സെൽ ഓർഗനൽസ് ആയിട്ടുള്ള മെയിൻ സെൽ ഓർഗനൽസ് കേട്ടോ. ഇതിൽ ഏതെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിലും ഉണ്ടാവാം. ഓക്കെ യെസ്, മെയിൻ സെൽ ഓർഗനൽസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. പ്ലാസ്റ്റിഡ്സ് ഞാൻ ഇപ്പോ പറഞ്ഞു. ഓക്കെ, സോ ഓക്കെ ഫൈൻ. Now coming on to the എന്താ പറയാ സെൽ ഓർഗനൽസ് പറഞ്ഞു. ഇനി അടുത്ത് സെല്ലിന്റെ സൈസ് വേരീസ് ഡിഫറently. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ മതി, സ്മോളസ്റ്റ് സെൽ അതായത് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ആളുടെ യെസ്, ഈ ഞാൻ പറഞ്ഞത് ജനറൽ സെൽ ഓർഗനൽസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, ഓഫ് കോഴ്സ് യു ക്യാൻ ടേക്ക് എന്താ പറയാ വാക്യൂൾ ഒക്കെ പറയാം, ബട്ട് ഇറ്റ് ഈസ് ഓൺലി പ്രസന്റ് ഇൻ എന്താ പറയാ എല്ലാ സെൽസിലും ജനറലി ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയസ് നമുക്ക് സെൽ ഓർഗനലായിട്ട് പറഞ്ഞുകൂടായികയൊന്നുമില്ല, ബട്ട് ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ന്യൂക്ലിയസ് നിങ്ങൾ പറയുന്നു, ഓക്കെ ഫൈൻ. വാക്യൂളിന്റെ മെംബ്രെയിൻ അതൊക്കെ നമുക്കറിയാം, എന്താണ് സിംഗിൾ മെംബ്രെയിനസ് ആണ് വാക്യൂൾ. അതിന്റെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ പറയും ഓരോരോ സെൽ ഓർഗനൽസ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ വാക്യൂൾ എന്താണ് മെൻഷൻ ചെയ്യും. ഓക്കെ, സിംഗിൾ മെംബ്രെയിനസ് ആണ് ഇത് വാക്യൂൾ. ന്യൂക്ലിയസ് ഡബിൾ മെംബ്രെയിനസ് ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അതിൽ ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ജനറൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് പറഞ്ഞു പോകുന്നത്. യെസ്, അനിമൽ സെൽസിനകത്ത് എന്താണ് നോൺ മെംബ്രെയിനസ് ആയിട്ടുള്ള സെൻട്രിയോൾ ഉണ്ട്, അത് നമ്മൾ ഓർത്തു വെക്കണം. മൈക്രോപ്ലാസ്മയുടെ സൈസ് പറയുന്നത് എത്രയാണ്? 0.3 മൈക്രോമീറ്റർ. ഓക്കെ, അത് നിങ്ങൾ ഓർത്തു വെക്കുക, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. വൈൽ ബാക്ടീരിയൽ സെൽസിന്റെ എന്താണ് 3 to 5 മൈക്രോമീറ്റർ ആണ് എന്ത് വരിക, സൈസ് വരിക ബാക്ടീരിയക്ക്. അപ്പൊ ഈ സൈസുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ സൈസ് ആയിരിക്കും ഇനി എന്താണ് എക്സാമിന് വരിക. ഇനി ലാർജസ്റ്റ് സെൽ എന്ന് പറയുന്നത് ഏതാണ്? എഗ് ഓഫ് ആൻ ഓസ്ട്രിച്ച് അല്ലെ. എഗ് ഓഫ് ആൻ ഓസ്ട്രിച്ച് ആണ് സിംഗിൾ സെൽസിൽ ഏറ്റവും ലാർജസ്റ്റ് സെല്ലായിട്ട് നമ്മൾ പറയുന്നത്. ആൻഡ് ഹ്യൂമൻ റെഡ് ബ്ലഡ് സെൽസിന്റെ സൈസ് പറയുന്നുണ്ട് 7 മൈക്രോമീറ്റർ. ഓക്കെ, മൈക്രോമീറ്റർ ആണ് എന്ത് പറയുന്നത്, നമ്മളുടെ ഹ്യൂമൻ RBCയുടെ സൈസ് പറയുന്നത്. നെർവ് സെൽസ് ആണ് ഏറ്റവും ലോങ്സ്റ്റ് സെൽ എന്ന് പറയുന്നത്. ആൻഡ് സെൽസിന്റെ ഷേപ്പ്, ഇത് എൻട്രൻസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സെൽസിന്റെ ഷേപ്പ് ഏതൊക്കെ വരാം? ഡിസ്ക് ലൈക്ക് ആയിരിക്കാം, പോളിഗണൽ ആയിരിക്കാം,
കോളംനാർ ആയിരിക്കാം, ക്യൂബോയിഡ് ആയിരിക്കാം, ത്രെഡ് ലൈക്ക് ആയിരിക്കും, ഓർ ഈവൻ ഇറഗുലർ ആയിരിക്കാം. ഓക്കെ, ഷേപ്പ് ഓഫ് ദ സെൽ മേ വേരി വിത്ത് ദ ഫംഗ്ഷൻ ദേ പെർഫോം. എന്താണോ അവരുടെ ഫംഗ്ഷൻ അതിനനുസരിച്ച് അവരുടെ ഷേപ്പ് മാറും. ഇപ്പൊ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കുക, നമ്മൾ എപ്പിത്തീലിയത്തിനെ പറ്റി പഠിക്കുമ്പോൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളംനാർ എപ്പിത്തീലിയം, സ്ക്വാമസ് എപ്പിത്തീലിയം എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ അതിൽ ക്യൂബോയിഡൽ ഷേപ്പ് വെച്ചിട്ടാണ് പറയുന്നത്, സ്ക്വാമസ് എന്താണ് അതിന്റെ എന്താ പറയാ ഷേപ്പ് വെച്ചിട്ടാണ് പറയുന്നത്, അതേപോലെ തന്നെ എന്താണ് കോളംനാർ ഷേപ്പ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പ് ആൻഡ് ദെയർ ഫംഗ്ഷൻ ദെയർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് സെല്ലിനെ പറ്റിയിട്ടാണ്. അതിനു മുമ്പ് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന കുറച്ച് പിക്ചേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് റെഡ് ബ്ലഡ് സെൽസ് ആണ്, അത് റൗണ്ട് ആൻഡ് ബൈകോൺകേവ്. റെഡ് ബ്ലഡ് സെൽസ് RBCയുടെ ഷേപ്പ് ആണ്, റൗണ്ട് ഡിസ്ക് ഷേപ്ഡ് ആൻഡ് ബൈകോൺകേവ് ഷേപ്പ് ആണ്. വൈറ്റ് ബ്ലഡ് സെൽസ് അമീബോയിഡ് ഷേപ്പ് ആയിരിക്കാം. അടുത്ത് കോളംനാർ എപ്പിത്തീലിയൽ സെൽസ് ലോങ് ആൻഡ് നാരോ സെൽസ് ആണ്. നെർവ് സെൽസ് ബ്രാഞ്ച് ആൻഡ് ലോങ് ആണ്. ട്രക്കീഡ് ഇലോങ്ങേറ്റഡ് ആണ്. മീസോഫിൽ സെൽസ് റൗണ്ട് ആൻഡ് ഓവൽ ആണ്. അപ്പൊ ഓർത്ത് വെക്കുക, ഈ പറയുന്ന സെൽസിന്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്, അത് ഏത് തരം സെല്ലാണെന്നും പറയുന്നുണ്ട്, അതിന്റെ ഷേപ്പും പറയുന്നുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ക്ലിയർ? Now moving on to the prokaryotic cells. Prokaryotic cells ലേക്ക് പോവാണ്. അപ്പൊ പ്രോകാരിയോട്ടിക് ഈ ഓർഗാനിസംസ് വരുന്ന കിങ്ഡം നമ്മൾ പറഞ്ഞത് ഏതാണ്? മൊണീറ. മൊണീറയിലെ സോൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ബാക്ടീരിയ ആണ്. ഓക്കെ, വേറെ ആരെങ്കിലും വരുന്നുണ്ടോ? ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്. ബ്ലൂ ഗ്രീൻ ആൽഗെ, അല്ലെങ്കിൽ നമ്മൾ അതിനെന്താ വിളിക്കുക? സയനോ ബാക്ടീരിയ അല്ലെ, ബ്ലൂ ഗ്രീൻ ആൽഗെ. ഓക്കെ, അതും എന്തിലാ വരുന്നത്? പ്രോകാരിയോട്ടിക്കിലാണ് വരുന്നത്. മൈക്കോപ്ലാസ്മ, പിന്നെ PP, യെല്ലോ, പ്ലൂറോ, ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്. അപ്പൊ ഈ പറയുന്ന 4 ആൾക്കാരാണ് മെയിൻ ആയിട്ട് പ്രോകാരിയോട്ടിക് സെൽ ഗ്രൂപ്പിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താണ്? ദേ ആർ വെരി സ്മോൾ. ഇവർ സ്മോൾ ആണ് ആൻഡ് മൾട്ടിപ്ലൈ ഫാസ്റ്റർ ദാൻ യൂക്കാരിയോട്ടിക് സെൽ. എന്തുകൊണ്ട് യൂക്കാരിയോട്ടിക് സെല്ലിനെക്കാട്ടിലും ഫാസ്റ്റ് ആയിട്ട് ഇവർ മൾട്ടിപ്ലൈ ചെയ്യുന്നു? കാരണം എന്താ? ഇവരുടെ കയ്യിൽ ന്യൂക്ലിയസ് ഇല്ല. അപ്പൊ കാരിയോകൈനസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തണ്ട, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവർക്ക് സെൽ ഓർഗനൽസ് ഇല്ല. അപ്പൊ സെൽ ഓർഗനൽസിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇവർക്ക് ഇല്ല. അതുകൊണ്ട് പ്രോകാരിയോട്ടിക് സെൽസിന്റെ ഡിവിഷൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. ആരെക്കാട്ടിലും? ഈ പറയുന്ന യൂക്കാരിയോട്ടിക് സെല്ലിനെ കാട്ടിലും ഫാസ്റ്റ് ആയിരിക്കും. ഇനി നിങ്ങൾ ബാക്ടീരിയനെ പറ്റി പഠിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ബാക്ടീരിയ ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് ഷേപ്സ് അല്ലെ. ഷേപ്പ് വെച്ചിട്ട് ബാക്ടീരിയ നമ്മൾ പല കാറ്റഗറിയിൽ പെടുത്തും. ഏതൊക്കെയാണ്ടാ? റോഡ് ഷേപ്ഡ് ബാസിലസ് അല്ലെ, ബാസിലസ് ഉണ്ട്. എന്താണ്? കോക്കൈ എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ ഷേപ്ഡ് കോക്കൈ ഉണ്ട്. സ്പൈറലം അല്ലെ, സ്പൈറൽ ഷേപ്ഡ് സ്പൈറലം ഉണ്ട്. കോമ ഷേപ്ഡ് വിബ്രിയോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ സെൽസ് ഇൻ ബാക്ടീരിയ ദേ ആർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് എന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്ത് ഈ പറയുന്ന പ്രോകാരിയോട്ടിക് സെല്ലിന്റെ സെൽ എൻവലപ്പിനെ പറ്റിയിട്ട് പറയാൻ പോവാണ്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. എടാ, പ്രോകാരിയോട്ടിക് സെല്ലിന്റെ ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ്, ഏത് സെല്ലാണെങ്കിലും എടുത്ത് ഇപ്പൊ ഒരു ബാക്ടീരിയനെ എടുക്കുകയാണ്. അപ്പൊ ആ ബാക്ടീരിയയുടെ ഔട്ടർ കവറിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി ഒരു 3 ലെയേർഡ് കവറിംഗ് ആണ് ഒരു ബാക്ടീരിയൽ സെല്ലിന് ഉണ്ടാവുക. ഓക്കെ, എന്തൊക്കെയാണ് ഉണ്ടാവുക നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 3 ലെയേഴ്സ് വരയ്ക്കാൻ പോവാണ്. ഇവിടെ വരയ്ക്കാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ വരയ്ക്കാണ്. So the outermost layer നമ്മൾ എന്താ വിളിക്കുക? The outermost layer is called glycocalyx. It is called glycocalyx. Next layer is called cell wall and the next layer is called cell membrane അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിക്കുക? It is called plasma membrane അല്ലേ. അപ്പം 3 layers ആണ് നമുക്കൊരു പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയയുടെ സെല്ലിൽ കാണാൻ പറ്റുക. ഗ്ലൈക്കോകാലിക്സ്, സെൽ വാള്, സെൽ മെംബ്രെയിൻ എന്ന് പറയുന്ന 3 layers നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ if you are considering മൈക്കോപ്ലാസ്മയെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തു വെക്കുക. മൈക്കോപ്ലാസ്മ is a prokaryotic organism but it lacks cell wall. ഇല്ലാത്ത ആളാണ് ആര്? മൈക്കോപ്ലാസ്മ. അതുകൊണ്ട് മൈക്കോപ്ലാസ്മ കനോട്ട് മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ഷേപ്പ്. അയാൾക്ക് ആ പറയുന്ന കോൺസ്റ്റന്റ് ഷേപ്പും സൈസും ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മൈക്കോപ്ലാസ്മ ഈസ് നോൺ ആസ് ജോക്കേഴ്സ് ഓഫ് എന്താണ് പ്ലാന്റ് കിങ്ഡം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സോ യു ക്യാൻ റിമെമ്പർ ദാറ്റ് മൈക്കോപ്ലാസ്മയ്ക്ക് എന്തില്ല? സെൽ വാൾ ഇല്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത കാര്യം, പ്രോകാരിയോട്ടിക് സെൽസിന് ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല. ഓക്കെ, കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ന്യൂക്ലിയസ് ഒന്നും ആർക്കില്ല? ഈ പറയുന്ന മൈക്കോപ്ലാസ്മയ്ക്ക് ഇല്ല. പക്ഷേ ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽ ദാറ്റ് ഇസ് നേക്കഡ്. ആ ജനറ്റിക് മെറ്റീരിയൽ നേക്കഡ് ആണ്. അതിങ്ങനെ അവരുടെ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ആൻഡ് ദിസ് തിങ് യു ക്യാൻ കോൾ ഇറ്റ് ആസ് ന്യൂക്ലിയോയിഡ്. ഇറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയോയിഡ്.
അപ്പൊ ഇത് കൂടാതെ ഈ പറയുന്ന ജീനോമിക് DNA കൂടാതെ they may be having extra chromosomal circular DNAs, extra chromosomal circular DNA. ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുക? They are called plasmids. Okay, അപ്പൊ prokaryotic cells എസ്പെഷ്യലി ബാക്ടീരിയൽ സെല്ലിനെ എടുത്തു കഴിഞ്ഞാൽ യെസ്, എസ്പെഷ്യലി ബാക്ടീരിയൽ സെല്ലിനെ എടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ബി ഹാവിംഗ് എന്താണ്, അവരുടെ സൈറ്റോപ്ലാസത്തിൽ ടാങ്കിൾ ചെയ്ത് കിടക്കുന്ന ഒരു ക്ലസ്റ്റർ ഓഫ് എന്താണ് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ആസ് എന്താണ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ന്യൂക്ലിയോയിഡ്. ആൻഡ് നെക്സ്റ്റ് അവർക്ക് ഈ പറയുന്ന എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ DNA ഉണ്ടാവും. ആ എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ DNA നമ്മൾ എന്താ വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് ദ പ്ലാസ്മിഡ് DNA എന്നാണ് വിളിക്കുക. ഈ പ്ലാസ്മിഡ് DNA ദാറ്റ് കൺഫേഴ്സ് സർട്ടൻ അഡീഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ടു ദ ബാക്ടീരിയ. ബാക്ടീരിയക്ക് ചില അഡീഷണൽ ക്യാരക്ടേഴ്സ് കൊടുക്കാൻ ആർക്ക് കഴിയും? ഈ പറയുന്ന പ്ലാസ്മിഡിന് കഴിയും. ഫോർ എക്സാമ്പിൾ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ ആർക്ക് കഴിയും? ഈ പറയുന്ന പ്ലാസ്മിഡിന് കഴിയും എന്നുള്ളത് ഓർത്തു വെക്കാം. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലല്ലോ. സെൽ മെംബ്രെയിൻ ഈസ് ആക്ച്വലി സിമിലർ ടു ദാറ്റ് പ്രസന്റ് ഇൻ അതർ എന്താണ് സെൽസ്. മറ്റ് സെൽസിൽ ഉള്ളതുപോലത്തെ സെൽ മെംബ്രെയിൻ ഒക്കെ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, ഈ പറയുന്ന ബാക്ടീരിയൽ സെല്ലിൽ സെൽ ഓർഗനൽസ് ഇല്ല നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ ഒരു സെൽ ഓർഗനൽ ഉണ്ട്. ഏതാണത്? ബാക്ടീരിയൽ സെല്ലായാലും പ്രോകാരിയോട്ടായാലും യൂകാരിയോട്ടായാലും കാണപ്പെടുന്ന സെൽ ഓർഗനൽ ഏതാണ് പറയാമോ? കാണപ്പെടുന്ന സെൽ ഓർഗനൽ ഏതാണ്? പറയാമോ? Yes, it is ribosome. It is called a ribosome. Ribosome is present in both prokaryotic and eukaryotic cells. പക്ഷേ prokaryotic ribosome is 70 years and eukaryotic ribosome is 80 years. Prokaryotic ribosome 70 years ആണ്, eukaryotic ribosome എന്താണ്? 80 years ആണ്. അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് റൈബോസോം എടുക്കുന്ന സമയത്ത് പറഞ്ഞു തരാം. എക്സെപ്റ്റ് ഫോർ റൈബോസോം നിങ്ങൾ എന്താണ് ബാക്കി എല്ലാ സാധനങ്ങളും prokaryotic സെൽസിൽ ഇല്ലാന്ന് തന്നെ എന്ത് ചെയ്യുക? പഠിച്ച് വെക്കുക. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത കാര്യം ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പൊ ഒരു prokaryotic സെല്ലിനെ എടുത്തു കഴിഞ്ഞാൽ നോക്കട്ടെ, സ്ഥലം ഉണ്ടോ നോക്കട്ടെ. ഞാൻ ഇവിടെ വരയ്ക്കാം. ഇവിടെ ഒരു prokaryotic സെല്ലിനെ എടുത്തു കഴിഞ്ഞാൽ പറയടാ, outer most layer എന്താ? പറ, outer most layer എന്താ? It is called glycocalyx. next layer എന്താണ്? cell wall. and next layer എന്താണ്? cell membrane. ഈ സെൽ മെംബ്രെയിനിൽ നിങ്ങൾക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻവാജിനേഷൻസ് കാണാൻ കഴിയും. കണ്ടോ? ഇങ്ങനത്തെ ഇൻവാജിനേഷൻസ് കാണാൻ കഴിയും. ദീസ് ഇൻവാജിനേഷൻസ് ആർ കോൾഡ് മീസോസോംസ് എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കാം. These invaginations are called mesosome. It is the characteristic of prokaryotes. Prokaryotes മാത്രം കാണാൻ കഴിയുന്ന സെൽ മെംബ്രെയിനിലെ ഉള്ളിലേക്കുള്ള എക്സ്റ്റൻഷൻ ആണ് നമ്മൾ എന്ത് വിളിക്കുക? മീസോസോംസ്. They are actually infoldings of the cell membrane ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ സെൽ എൻവലപ്പിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അതിനെ പറ്റിയിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നോക്കാം നമുക്ക്. അപ്പൊ എന്തായാലും നമുക്ക് പറഞ്ഞു പോവാം. ഈ 3 ലെയർഡ് സ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞല്ലോ. ഔട്ടർ മോസ്റ്റ് ലെയർ എന്താണ്? ഗ്ലൈക്കോകാലിക്സ്. ഈ ഗ്ലൈക്കോകാലിക്സ് ലെയറിന് തിക്നെസ് കൂടുതലാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ക്യാപ്സ്യൂൾ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാപ്സ്യൂൾ എന്ന് വിളിക്കാം. എന്നാൽ ഗ്ലൈക്കോകാലിക്സ് ലെയർ വളരെ തിൻ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എന്താണ്? സ്ലൈം ലെയർ എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കാം. അപ്പൊ ഓർത്ത് വെക്കുക, the glycocalyx can be based on their consistency. It can be of two types. എന്താണ്? ഇപ്പൊ കൺസിസ്റ്റൻസി കൂടുതലാണെങ്കിൽ it can be called as capsule, and if it is very thin then you can call it as the slime layer എന്ന് നമുക്ക് വിളിക്കാം. ഇനി ബാക്ടീരിയകളെ എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ബാക്ടീരിയൽ സെൽസിൽ ഈ പറയുന്ന സെൽ വാളിന്റെ കമ്പോസിഷൻ ബേസ് ചെയ്തിട്ട് ബാക്ടീരിയൽ സെല്ലിനെ ക്രിസ്ത്യൻ ഗ്രാം എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഒരു സ്റ്റെയിനിങ് പ്രൊസീജിയർ വഴി രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഗ്രാം സ്റ്റെയിൻ എടുക്കുന്നവരെയും ഗ്രാം സ്റ്റെയിൻ എടുക്കാത്തവരെയും എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 2 groups of bacteria ഉണ്ട്. One is called gram positive bacteria and another one is called gram negative bacteria. gram positive bacteria ഉണ്ട്, gram negative ബാക്ടീരിയ ഉണ്ട്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകൾക്ക് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഗ്രാം പോസിറ്റീവിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് സ്ട്രെപ്റ്റോകോക്കസ്, ബാസിലസ്, അടുത്തത് ക്ലോസ്ട്രീഡിയം ആൻഡ് അടുത്തത് മൈക്കോബാക്ടീരിയം. ഇതൊക്കെ എന്താണ്? ദേ ആർ ആൾ കമ്മിങ് അണ്ടർ ഏത് ഗ്രൂപ്പാണ്? ദേ ആർ കമ്മിങ് അണ്ടർ ഗ്രാം പോസിറ്റീവ് അല്ലെ. ഇനി അടുത്ത ഏതാണ്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ഏതൊക്കെയാണ്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസിന് എക്സാമ്പിൾ ആണ്
സാൽമോണെല്ല, സാൽമോണെല്ല. അടുത്തെന്താണ്? ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞിട്ട് ഒരു ബാക്ടീരിയ ഉണ്ട്. വിബ്രിയോ കോളറ എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ട്. റൈസോബിയം. ഇതൊക്കെ എന്താണ്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ആണ്. സോ റിമെമ്പർ ദാറ്റ് ഈ പറയുന്ന ബാക്ടീരിയൽ സെല്ലിന്റെ സെൽ വാളിന്റെ കമ്പോസിഷൻ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റെയിനിങ് പ്രൊസീജിയർ വഴി ക്രിസ്ത്യൻ ഗ്രാം എന്ന് പറയുന്ന സയന്റിസ്റ്റ് ബാക്ടീരിയാസിനെ ആ സ്റ്റെയിനിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ്. നിങ്ങൾ കോളേജിൽ കയറുമ്പോഴത്തേക്കും നിങ്ങൾ മൈക്രോബയോളജി ലാബിൽ പോയിട്ട് ഗ്രാം സ്റ്റെയിനിങ് ചെയ്യും. സോ എന്താ പറയാ, യു ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ് എന്താണ് ആ ഡേ. അതായത് നിങ്ങൾ കോളേജിൽ പോയി എന്താണ് മൈക്രോബയോളജി ലാബിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന സ്ലൈഡിൽ ഇപ്പൊ ബാക്ടീരിയയുടെ എന്താ പറയാ സ്മിയർ കിട്ടി, അതിൽ നിങ്ങൾ ഈ പറയുന്ന എന്താ പറയാ ഗ്രാം സ്റ്റെയിനിങ് ചെയ്യാൻ പറ്റട്ടെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, ശരി. അടുത്ത കാര്യം നമ്മൾ പറയാൻ പോകുന്നത് സ്ലൈം ലെയറിന്റെ കാര്യം പറഞ്ഞു, ക്യാപ്സ്യൂളിന്റെ കാര്യം പറഞ്ഞല്ലോ. അതായത് ഗ്ലൈക്കോകാലിക്സ് തിക്കാണെങ്കിൽ ക്യാപ്സ്യൂൾ എന്നും, തിന്നാണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? സ്ലൈം ലെയർ എന്നാണ് നമ്മൾ വിളിക്കുക. ഇനി അടുത്ത കാര്യം, ബാക്ടീരിയയുടെ സെൽ വാളിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് എ മെറ്റീരിയൽ കോൾഡ് നാം ആൻഡ് നാഗ്. ഇത് ഓർത്തു വെക്കുക, നാം ആൻഡ് നാഗ്. എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ് ആൻഡ് എൻ അറ്റസറ്റൈൽ ഗ്ലൂക്കോസമീൻ. ഈ രണ്ട് സാധനങ്ങളും യു ക്യാൻ സീ ഒൺലി ഇൻ ദ ബോഡി ഓഫ്, അല്ലെങ്കിൽ ഒൺലി ഇൻ ദ സെൽ വാൾ ഓഫ് എ ബാക്ടീരിയ. ലോകത്ത് വേറെ ഒരിടത്തും നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റില്ല? നാമിന്റെ നാഗിന്റെ പ്രസൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇറ്റ് ഇസ് പ്രസന്റ് ഓൺ ദ സെൽ വാൾ ഓഫ് ബാക്ടീരിയ എന്ന് ഓർത്ത് വെക്കുക. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത കാര്യം, വി ആർ കമ്മിങ് ഓൺ ടു ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ ഈസ് എ സെലക്ടീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ, അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ. എല്ലാ സാധനത്തിനെയും അകത്തോട്ട് ഫ്രീലി കടത്തിവിടാതെ ആവശ്യമുള്ളതിനെ മാത്രം അകത്തോട്ട് കയറ്റി ആവശ്യമില്ലാത്തതിനൊന്നും അപ്പോൾ അകത്തോട്ട് കയറ്റാതിരിക്കുക, അല്ലെങ്കിൽ അകത്തുനിന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുന്നവരെ പിടിച്ചു നിർത്തുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളാണ് ആര്? സെൽ മെംബ്രെയിൻ. സോ സെൽ മെംബ്രെയിൻ ഈസ് കൺസിഡർഡ് ടു ബി എ സെലക്ടീവ്ലി പെർമിയബിൾ ഇൻ നേച്ചർ, ആൻഡ് ദാറ്റ് ഈസ് ദ മെംബ്രെയിൻ ദാറ്റ് ഇന്ററാക്ട്സ് വിത്ത് ദ എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയർ. എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ആരാണ്? സെൽ മെംബ്രെയിൻ ആണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത കാര്യം, ഈ പറയുന്ന ബാക്ടീരിയൽ സെൽസിലെ മീസോസോംസിനെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇവിടെ നോക്കാം, നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറയുന്ന കാര്യമാണ്. എടാ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നു, ഈ പറയുന്ന ബാക്ടീരിയൽ സെല്ലിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്താണ്? ഈ പറയുന്ന ഗ്ലൈക്കോകാലിക്സ് ആണ്. അത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഈ പറയുന്ന സെൽ വാൾ ഉണ്ട്. സെൽ വാൾ കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് എന്താണ്? ഈ പറയുന്ന സെൽ മെംബ്രെയിൻ. ഈ സെൽ മെംബ്രെയിനിൽ ഇരിക്കുന്ന ഈ മീസോസോം ഉണ്ടല്ലോ, ഈ മീസോസോമിന്റെ ഷേപ്പ് പല രീതിയിലായിരിക്കാം. ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ട്യൂബ്യൂൾസ്. ഓക്കെ, അതായത് എന്താണ്? ഇങ്ങനെ ട്യൂബ്യൂൾസ് ആയിട്ടിരിക്കാം നീളത്തിൽ. അല്ലെങ്കിൽ ദേ ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് വെസിക്കിൾസ്, ഇങ്ങനെ വെസിക്കിൾസ് പോലെ ഇരിക്കാം. ഓർ ദേ ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ലെമല്ലെ, ഇങ്ങനെ ലെമല്ലെ ആയിട്ടിരിക്കാം. ഇങ്ങനെ ലെമല്ലെ ആയിട്ടിരിക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ദ മീസോസോംസ് ക്യാൻ ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ്. ഒന്നുകിൽ ട്യൂബ്യൂൾസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? വെസിക്കിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ലെമല്ലെ ആയിരിക്കും എന്നുള്ളത് ഓർത്തു വെക്കുക. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് മീസോസോം? ഈ പറയുന്ന മീസോസോമിന്റെ ഫംഗ്ഷൻ എന്താണ്? അത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഫോർമേഷൻ ഓഫ് എന്താണ്? സെൽ വാൾ, അല്ലെ? സെൽ വാളിന്റെ ഫോർമേഷൻ, അത് തന്നെ എഴുതിയിരിക്കണം. യെസ്, സെൽ വാളിന്റെ ഫോർമേഷന് വേണ്ടിയിട്ട് മീസോസോം സഹായിക്കും. രണ്ടാമത്തെ കാര്യം, DNA റെപ്ലിക്കേഷന് വേണ്ടിയിട്ട് ആര് സഹായിക്കും? ഈ പറയുന്ന മീസോസോം സഹായിക്കും. മൂന്നാമത്തെ കാര്യം, ഡിസ്ട്രിബ്യൂഷൻ ടു ഡോട്ടർ സെൽസ് അതിനും ആര് സഹായിക്കും? മീസോസോംസ് സഹായിക്കും. പിന്നെ മീസോസോംസ് സഹായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റെസ്പിറേഷന് സഹായിക്കും. അടുത്ത അഞ്ചാമത്തെ കാര്യം പറയുന്നത് എന്താണ്? സെക്രീഷന് സഹായിക്കും. പിന്നെ അതേപോലെ തന്നെ എന്താണ്? സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് മീസോസോംസ് സഹായിക്കും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മീസോസോമിൽ ഓർത്ത് വെക്കാം. ഇനി മീസോസോം എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തു തരണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സപ്പോസ് നിങ്ങൾ ഇവിടെ നോക്കാം, ഞാനിവിടെ ഒരു ബാക്ടീരിയൽ സെല്ല് വരയ്ക്കാം. അത് ഇതിന്റെ സെൽ മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു മീസോസോം ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു മീസോസോം ഉണ്ട്. ഇവിടെയും ഒരു മീസോസോം ഉണ്ടെന്ന് വിചാരിക്കാം. നോക്ക്, ഈ മീസോസോംസ് ഡീപ്പൻ ചെയ്ത് വന്ന് ഇവർ തമ്മിൽ മീറ്റ് ചെയ്താൽ ഈ ബാക്ടീരിയൽ സെൽ രണ്ടായിട്ട് മുറിയിലേടാം. അപ്പൊ ബാക്ടീരിയൽ സെല്ലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തിനെ യൂസ് ചെയ്യാം? ഈ പറയുന്ന മീസോസോംസിന് വേണമെങ്കിൽ കഴിയും. ആ സമയത്ത് എന്തൊക്കെ നടക്കും? DNA റെപ്ലിക്കേഷൻ നടക്കും. ആ DNA രണ്ട് സെൽസിലേക്ക് എന്താണ്? സെപ്പറേറ്റ് ചെയ്ത് മാറ്റും. അങ്ങനെ പുതിയ രണ്ട് സെൽസ് ഫോം ചെയ്യും. അപ്പൊ എപ്പോഴും മനസ്സിലാക്കാം, ഈ പറയുന്ന മീസോസോംസ് ക്യാൻ ഡിവൈഡ് ദ ബാക്ടീരിയൽ സെൽ ഇൻടു 2. അപ്പൊ അതിനെ അസോസിയേറ്റ് ചെയ്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആര് എയ്ഡ് ചെയ്യും? ഈ മീസോസോംസ് എയ്ഡ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സാർ, ഇത് സിംഗിൾ പാർട്ട് ആണോ ഓർ ഈ ചാപ്റ്റർ 2 പാർട്സ് ആയിട്ടാണോ? എങ്ങനെ വേണോ നിങ്ങൾക്ക്? സിംഗിൾ പാർട്ട് ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയണത് കുറച്ചാൽ ഇത് സിംഗിൾ പാർട്ടിൽ തീരും. ഇപ്പൊ തീരും. തീക്കണോ?
സിംഗിൾ പാർട്ടായിട്ട് തീർക്കണമെങ്കിൽ തീർക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കാണ് അതിന്റെ സെലക്ഷൻ. ടു പാർട്സ് എന്നൊക്കെ പറയാൻ എളുപ്പമാണ് അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, ഇനി അടുത്ത കാര്യം നമുക്ക് നോക്കാം. ബാക്ടീരിയൽ സെൽസിൽ അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്ട്രക്ചർ ആണ്, ദാറ്റ് ഈസ് കോൾഡ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ബാക്ടീരിയൽ സെല്ലിൽ നമ്മൾ പറഞ്ഞു ഔട്ടർ മോസ്റ്റ് ലെയർ എന്താണ്? സെൽ എന്താണ്? ഗ്ലൈക്കോകാലിക്സ്. അത് കഴിഞ്ഞാൽ എന്താണ്? സെൽ വാള്. പിന്നെ അത് കഴിഞ്ഞാൽ എന്താണ്? സെൽ മെംബ്രെയിൻ എന്ന് നമ്മൾ പറഞ്ഞു. Bacterial cells, if they are motile, they have a structure from their cell wall. ആ structure from their cell wall അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്ലജെല്ലം. ഇറ്റ് ഈസ് കോൾഡ് ഫ്ലജെല്ലം. സെൽ വാളിൽ നിന്നാണ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. ഈ ഫ്ലജെല്ലത്തിന് 3 ഭാഗമുണ്ട് കേട്ടോ. ഒന്ന് ബേസൽ ബോഡി. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ബേസൽ ബോഡി. രണ്ടാമത്തത് ഫിലമെന്റ്. ഇറ്റ് ഈസ് കോൾഡ് ഫിലമെന്റ്. അടുത്തത് എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ഹുക്ക്. ഇങ്ങനെ 3 ഭാഗമാണ് ആർക്കുള്ളത്? ഇറ്റ് ഈസ് ഫോർ ദ ബാക്ടീരിയൽ ഫ്ലജെല്ല. ബാക്ടീരിയൽ ഫ്ലജെല്ലത്തിന് 3 ഭാഗമുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ബേസൽ ബോഡി, ഫിലമെന്റ് ആൻഡ് ഹുക്ക്. നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കുക. ബാക്ടീരിയൽ ഫ്ലജെല്ല ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം യൂക്കാരിയോട്ടിക് ഫ്ലജെല്ല. യൂക്കാരിയോട്ടിക് ഓർഗാനിസംസിന്റെ സെല്ലിലും എന്തുണ്ടാവും? ഫ്ലജെല്ല ഉണ്ടാവും. ആ ഫ്ലജെല്ലയും ഈ ഫ്ലജെല്ലയും ഒന്നാണെന്ന് വിചാരിക്കരുത്. ദാറ്റ് ഈസ് വെരി ഡിഫറെന്റ്. അത് നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയൽ സെൽസിന്റെ സെൽ വാളിൽ നിന്ന് പിന്നെ എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക? യു ക്യാൻ സീ സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് പിലി എന്ന് പറഞ്ഞ സാധനം കാണാൻ പറ്റും. പിന്നെ കാണാൻ കഴിയുന്നത് ബ്രിസിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ്. ബ്രിസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രഷ് ഇല്ലേ, നമ്മൾ പല്ലേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ്, അതിലേക്ക് നാരുകളില്ലേ, അതുപോലത്തെ ബ്രിസിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് ഫിംബ്രിയേ. ഇറ്റ് ഈസ് കോൾഡ് ഫിംബ്രിയേ. അപ്പൊ നിങ്ങൾ നോക്കുക, മോട്ടിലിറ്റിക്ക് സഹായിക്കുന്നത് ആര് മാത്രമേ ഉള്ളൂ? ഇറ്റ് ഈസ് ഫ്ലജെല്ല. ഫ്ലജെല്ലയാണ് മോട്ടിലിറ്റിക്ക് സഹായിക്കുന്നത്. പിലിയും ഈ പറയുന്ന ഫിംബ്രി എന്ന് പറയുന്ന സാധനം മോട്ടിലിറ്റിക്ക് സഹായിക്കില്ല. പക്ഷേ ഈ പറയുന്ന പിലി എന്ന് പറയുന്ന സാധനം ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ഇൻ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പറഞ്ഞെന്ന് തോന്നുന്നു, ബാക്ടീരിയൽ സെൽസിന് ഒരു പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അല്ലെ, 2 ബാക്ടീരിയാസ് അടുത്ത് വന്നിട്ട് ഒരു ബാക്ടീരിയ അയാളുടെ ജനറ്റിക് മെറ്റീരിയൽ മറ്റേ ബാക്ടീരിയക്ക് കൊടുക്കുകയും മറ്റേ ബാക്ടീരിയ അയാളുടെ ജനറ്റിക് മെറ്റീരിയൽ ഇപ്പുറത്തെ ബാക്ടീരിയക്ക് കൊടുക്കും. അപ്പോൾ അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. അത് ഈ പിലി ഉപയോഗിച്ചിട്ടാണ്. അതിനെ സെക്സ് പിലി എന്നൊക്കെ പറയും, 2 ബാക്ടീരിയൽ സെൽസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. പിന്നെ അതായത് ഫിംബ്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തിരിക്കാനൊക്കെ ആരാണ് നല്ലത്? ഈ പറയുന്ന എന്താണ്? ഫിംബ്രി ആണ് നല്ലതെന്നുള്ളത് ഓർത്തിരിക്കുക. ഹോസ്റ്റിന്റെ ബോഡിയിൽ പിടിച്ചിരിക്കാൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സർഫസിൽ പിടിച്ചിരിക്കാനൊക്കെ ഏതാ നല്ലത്? നമ്മളുടെ ഫിംബ്രി ആണ് നല്ലതെന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേടാ? ഓർത്ത് വെക്കുക, പിലി ആൻഡ് ഫിംബ്രി ഡസന്റ് ഹാവ് എനി റോൾ ഇൻ മോട്ടിലിറ്റി. മോട്ടിലിറ്റിയിൽ ഇവർക്ക് 2 പേർക്കും എന്തില്ല? റോള് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് അവിടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. ആ പിക്ചേഴ്സിലേക്ക് നമുക്ക് പോവാം. നോക്കാം, പിക്ചേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ പിക്ചർ ഏതാണ്? ഫസ്റ്റ് പിക്ചർ എന്താണ്? എ ടിപ്പിക്കൽ യൂക്കാരിയോട്ടിക് സെൽ 10 to 20 മൈക്രോമീറ്റർ. ഈ പിക്ചറിന്റെ താഴെ എഴുതിയിരിക്കുന്ന സാധനങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിക്ചറിന്റെ താഴെ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. രണ്ടാമത്തത് ടിപ്പിക്കൽ ബാക്ടീരിയ 1 to 2 മൈക്രോമീറ്റർ. PPLO 0.1 മൈക്രോമീറ്റർ, വൈറസ് 0.02 to 0.2 മൈക്രോമീറ്റർ. ഈ സൈസുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. മെജോറിറ്റി ഓഫ് ടൈം ഈ എൻട്രൻസിൽ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള എന്താണ് ഓരോ സ്ഥലങ്ങളും അരിച്ചു പറക്കി എന്താണ് ക്വസ്റ്റ്യൻസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം. ഈ പറയുന്ന ടെക്സ്റ്റിനകത്ത് അവിടെ ആയിട്ട് കിടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ വി ആർ മൂവിംഗ് ഓൺ ടു ദ റൈബോസോംസ് ആൻഡ് ഇൻക്ലൂഷൻ ബോഡീസ്. സെൽ എൻവലപ്പ് ആൻഡ് ഇറ്റ്സ് മോഡിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞല്ലേടാ? സെൽ എൻവലപ്പ് ആൻഡ് ഇറ്റ്സ് മോഡിഫിക്കേഷൻസ് പറഞ്ഞു അല്ലേ? ഞാൻ ഇതിന് മുമ്പേ തന്നെ പറഞ്ഞു. മറ്റേ ക്യാപ്സ്യൂളും സ്ലൈം ലെയറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോയി. ഓക്കെ, ശരി. ഇനി അടുത്ത് റൈബോസോംസ് ആൻഡ് ഇൻക്ലൂഷൻ ബോഡീസ്. ഓക്കെ, വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് റൈബോസോം? റൈബോസോമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂക്കാരിയോട്ടിക് സെൽസിലും പ്രോകാരിയോട്ടിക് സെൽസിലും ഒരുപോലെ കാണപ്പെടുന്ന സെൽ ഓർഗനിലാണ് ഏത്? റൈബോസോം. പക്ഷേ യൂക്കാരിയോട്ടിക് റൈബോസോമും പ്രോകാരിയോട്ടിക് റൈബോസോമും കാണാനൊന്നും ഒരുപോലെ അല്ല. ദേ ആർ ഡിഫറെന്റ്. Eukaryotic ribosome is 80S ribosome and prokaryotic ribosome is 70S ribosome. എവിടെയാണ് ഈ പറയുന്ന റൈബോസോമിനെ കാണപ്പെടുക? ഇഫ് യു ആർ കൺസിഡറിങ് എ പ്രോകാരിയോട്ടിക് സെല്ലിനാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ പ്രോകാരിയോട്ടിക് സെല്ലിന് ഏതൊക്കെ ലെയർ ഉണ്ട്? ഔട്ടർ മോസ്റ്റ് ലെയർ ഗ്ലൈക്കോകാലിക്സ്, പിന്നെ അത് കഴിഞ്ഞാൽ സെൽ വാള്, പിന്നെ അത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? സെൽ മെംബ്രെയിൻ ഉണ്ടാവും അല്ലെ? ആ സെൽ മെംബ്രെയിനകത്ത് എന്തുണ്ടാവും? ഈ പറയുന്ന മീസോസോംസ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പോ ഈ മീസോസോംസിനെ അസോസിയേറ്റ് ചെയ്ത് ആര് നിൽക്കാം? ഈ റൈബോസോംസ് നിൽക്കാം. So ribosomes can be associated with the cell membrane in the case of prokaryotes. Prokaryotes cell membrane കാണാൻ പറ്റും. ഇനി അതിന്റെ സൈസ് പറയുന്നുണ്ട് 15 നാനോമീറ്റർ ടു 20 നാനോമീറ്റർ ആണ് അതിന്റെ സൈസ് ആയിട്ട് വരിക. ഏതിന്റെ? ഈ പറയുന്ന റൈബോസോമിന്റെ സൈസ് ആയിട്ട് വരിക.
ഇനി അടുത്ത കാര്യം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ പ്രോകാരിയോട്ടിക് റൈബോസോം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? പ്രോകാരിയോട്ടിക് റൈബോസോം ഫോം ചെയ്യുന്നത് 50S-ഉം 30S-ഉം ജോയിൻ ചെയ്തിട്ടാണ്. അപ്പൊ ഞാൻ എന്താണ് എസ്, എന്താണ് ഈ 50, എന്താണ് ഈ 30 എന്ന് പറഞ്ഞുതരാം. എടാ, റൈബോസോം ഉണ്ടാക്കുന്നത് 2 സബ് യൂണിറ്റ് വെച്ചിട്ടാണ്. ഒന്നാമത്തെ സബ് യൂണിറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാർജർ സബ് യൂണിറ്റ്, ആൻഡ് രണ്ടാമത്തെ സബ് യൂണിറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്മോളർ സബ് യൂണിറ്റ്. ഓക്കെ, 2 സബ് യൂണിറ്റ്. ഇവര് വെൻ ദേ ആർ ഇൻഡിപെൻഡന്റ്, അവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഇയാളുടെ സൈസ് എന്ന് പറയുന്നത് 50S എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും, ഇയാളുടെ എന്ന് പറയുന്നത് 30S എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇതെന്താണ് ഈ എസ്? എസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. ഇറ്റ് ഈസ് കോൾഡ് സ്വിഡ്ബർഗ് യൂണിറ്റ്. ഇറ്റ് ഈസ് കോൾഡ് സ്വിഡ്ബർഗ് യൂണിറ്റ്. സ്വിഡ്ബർഗ് യൂണിറ്റ് എന്ന് പറയുന്നത് സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് ആണ് കാണിക്കുന്നത്. സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് കാണിക്കുമ്പോൾ ഇറ്റ് ഈസ് ഇൻഡയറക്ട്ലി ഷോയിങ് ദ സൈസ് ആൻഡ് ഡെൻസിറ്റി ഓഫ് ദിസ് പാർട്ടിക്കിൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വെൻ ദേ ആർ കമ്പൈൻഡ്, ഈ 2 സബ് യൂണിറ്റ്സ് കമ്പൈൻ ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാനത് കമ്പൈൻ ചെയ്ത് കാണിച്ചു തരാം. ഈ 50S-ഉം 30S-ഉം കൂടെ കമ്പൈൻ ചെയ്യണം. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം. ഞാൻ ഇവിടെ കമ്പൈൻ ചെയ്യിച്ചു. ഓക്കെ, അപ്പൊ ഇതെന്താണ് 30S ആണ് അല്ലെ? ഇത് 30S ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ there is an overlapping zone അല്ലെ? ഇതാ ഇവിടെ ഒരു ഓവർലാപ്പിംഗ് സോൺ വരുന്നുണ്ട്. അപ്പൊ എഫക്റ്റീവ്ലി ഫംഗ്ഷണലി എത്ര വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയേ ഉള്ളൂ? 70S ഉള്ളൂ. അതിലെ ലാർജർ സബ് യൂണിറ്റ് 50S ആണ്, സ്മോളർ സബ് യൂണിറ്റ് 30S ആണ്. പക്ഷെ ഇതിലോട്ട് ഇങ്ങനെ കയറി ഇരുന്ന് കഴിയുമ്പോൾ ദേ വിൽ ബി ഓവർലാപ്പിംഗ്. അപ്പൊ അവിടെ ഫംഗ്ഷണലി ആക്റ്റീവ് ആയിട്ടുള്ള എത്രയേ ഉള്ളൂ? 70S മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതാണ് പ്രോകാരിയോട്ടിക് റൈബോസോമിന്റെ പ്രത്യേകത. ഇനി അടുത്ത കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വാട്ട് ഈസ് മെൻ ബൈ പോളിസോം ഓർ പോളി റൈബോസോം, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് ക്ലിയർ അല്ലേ? റൈബോസോമിന്റെ കാര്യം ക്ലിയർ അല്ലേ? ഇതേപോലെ ഒരു കാര്യം എവിടെയുണ്ട്? നമ്മളുടെ യൂക്കാരിയോട്സിലുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞാൻ എന്ത് പറഞ്ഞുതരാൻ പോവുകയാണ്? ഈ പറയുന്ന നമ്മളുടെ പോളിസോം അല്ലെങ്കിൽ പോളി റൈബോസോം എന്താണെന്ന് പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. സോ ഇവിടെ നോക്കിക്കോ. ഓക്കെ, ഇവിടെ നോക്കിക്കോ. ഇവിടെ ഞാനിവിടെ ഒരു ബാക്ടീരിയൽ സെല്ലിന്റെ ഇതെന്താണെടാ നോക്കട്ടെ, ഇങ്ങനെ ആവും. ഇത് അവന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ, ഇത് അടുത്ത ലെയർ, ഇത് അടുത്ത ലെയർ. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇത് ഗ്ലൈക്കോ കാലിക്സ് അല്ലെ? കാലിക്സ്. ഇതെന്താണ്? സെൽ വാൾ അല്ലെ? ഇതെന്താണ്? സെൽ മെംബ്രെയിൻ അല്ലെ? സെൽ മെംബ്രെയിൻ. ഓക്കെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. ഓക്കെ, സെൽ മെംബ്രെയിൻ. ഇവിടെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. ഇവിടെ നമ്മുടെ ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ കിടക്കുകയാണ്. ഈ ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, എടാ, ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ DNA. ഓക്കെ, DNA എന്ന് പറഞ്ഞ സാധനമാണെന്ന് വിചാരിക്കാം. ഈ DNA-യിൽ നിന്ന് RNA എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുമല്ലോ. DNA RNA ഉണ്ടാവുക എന്ന് പറഞ്ഞത് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ. അതിനാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാം. അപ്പോ അവിടെ RNA ഉണ്ടായി. നോക്കടാ, ഇവിടെ ഒരു RNA ഉണ്ടായി. ഓക്കെ, ഇനി ഈ RNA-യിൽ നിന്ന് എന്തുണ്ടാവണം? RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവണം. ഇതാണല്ലോ സംഭവം. ഇതാണല്ലോ നമ്മൾ മറ്റേ സെൻട്രൽ ഡോഗ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ +2-ൽ പഠിക്കുന്നതാണ്. അതായത് DNA-യിൽ നിന്ന് RNA ഉണ്ടാവും, RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവും. അപ്പൊ ഇത് പ്രോട്ടീൻ ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്ന RNA-യുടെ കാര്യങ്ങൾ ആര് റീഡ് ചെയ്യണം? നമ്മളെ റൈബോസോം എന്ന് റീഡ് ചെയ്യണം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ ഈ DNA ഇരിക്കുന്നത് സൈറ്റോപ്ലാസത്തില്, ഈ പറയുന്ന RNA ഉണ്ടാവുന്നത് സൈറ്റോപ്ലാസത്തില്, റൈബോസോം ഇരിക്കുന്നത് സൈറ്റോപ്ലാസത്തില്. അപ്പോ ഈ RNA-യുടെ മുകളില് ഒരു റൈബോസോം വരുന്നതിന് പകരം ഒന്നിലധികം റൈബോസോം എന്ത് ചെയ്യും? അറ്റ് എ ടൈം ഇങ്ങനെ അറ്റാച്ച് ചെയ്യും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ചെയിൻ ഓഫ് റൈബോസോം കണ്ടില്ലേ? ഒരു RNA-യുടെ മുകളിൽ ഒരു ചെയിൻ ഓഫ് റൈബോസോം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിസോം അല്ലെങ്കിൽ പോളി റൈബോസോം എന്ന് നമ്മൾ വിളിക്കും. ദിസ് ഈസ് കോൾഡ് പോളിസോം അല്ലെങ്കിൽ പോളി റൈബോസോം എന്ന് വിളിക്കും. അത് ഓർത്ത് വെക്കുക. ഈ പറയുന്ന DNA-യിൽ നിന്ന് RNA ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന റൈബോസോംസ് ഒന്നിലധികം ഒരു RNA-യുടെ മുകളിൽ അറ്റാച്ച് ചെയ്തിരിക്കുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുക? പോളിസോം അല്ലെങ്കിൽ പോളി റൈബോസോം എന്ന് നമ്മൾ എന്ത് ചെയ്യുക? വിളിക്കുക. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് അവിടെ അടുത്ത സെന്റൻസിൽ പറയുന്നത് പോളിസോം ട്രാൻസ്ലേറ്റ് ദ RNA ടു ദ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ക്ലിയർ അല്ലേടാ? ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഇൻക്ലൂഷൻ ബോഡീസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. എന്താണ് ഇൻക്ലൂഷൻ ബോഡി? ഈ പ്രോകാരിയോട്ടിക് സെല്ലിനകത്ത് എന്തെങ്കിലും റിസർവ് മെറ്റീരിയൽ ഉണ്ട് എന്ന് നിങ്ങൾ കരുതുക. എന്തെങ്കിലും റിസർവ് മെറ്റീരിയൽ, ഇറ്റ് ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. ഫോസ്ഫേറ്റ് ഗ്രാനുൾസ് ആയിരിക്കാം, ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ,
അപ്പോ ഈ പറയുന്ന ഇൻക്ലൂഷൻ ബോഡി എന്താണ്? ഇറ്റ് ഈസ് എന്താണ്? ചിലപ്പോൾ ഫോസ്ഫേറ്റ് ഗ്രാനുൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് സയനോഫൈസിയൻ ഗ്രാനുൾസ് ആയിരിക്കാം, ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ. എക്സസ് ആയിട്ടുള്ള ഒരു സാധനം ഈ പറഞ്ഞ പ്രോകാരിയോട്ടിക് സെല്ലിനകത്ത് ഉണ്ട് എങ്കിൽ ദാറ്റ് ഈസ് കൺസേർവ്ഡ് അല്ലെങ്കിൽ അതിനെ അവിടെ സൂക്ഷിക്കുന്ന എന്ത് ഫോമിലാണ്? ഇൻക്ലൂഷൻ ബോഡി എന്ന് പറയുന്ന ഫോമിലാണ്. അപ്പൊ അത് ഫ്രീ ഇൻ ദ സൈറ്റോപ്ലാസം, അതിനെ മെംബ്രെയിൻ ബോണ്ട് എന്നും എന്താണ് ഈ പറയുന്ന ഓക്കെ. അപ്പൊ ഈ പറയുന്ന എന്താണ് മെംബ്രെയിൻ കൊണ്ട് ബൗണ്ട് ചെയ്തിട്ടൊന്നുമില്ല, അതിനെ കവർ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ വേറെ കാര്യം എന്താണ് നിങ്ങൾ നോക്കേണ്ടത്? ഗ്ലൈക്കോജൻ ഗ്രാനുൾസ് ആയിരിക്കാം. പിന്നെ ചില ബാക്ടീരിയാസ് ഇഫ് ദേ ആർ പെർഫോമിംഗ് ഫോട്ടോസിന്തസിസ് ഒക്കെ പെർഫോം ചെയ്യുകയാണെങ്കിൽ ദേ വിൽ ബി സ്റ്റോറിംഗ് ഗ്യാസസ്, അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസസ് ചിലപ്പോൾ എന്താണ് ഗ്യാസ് വാക്യൂൾസ് ആയിട്ട് അവരുടെ സൈറ്റോപ്ലാസത്തിൽ ഉണ്ടാവാം എന്നുള്ളത് ഓർത്ത് വെക്കുക. അത് ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയാസിലൊക്കെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഈ പറയുന്ന ഗ്യാസ് വാക്യൂൾസ് കാണാൻ പറ്റും. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്, ദാറ്റ് ഈസ് കോൾഡ് യൂകാരിയോട്ടിക് സെൽസ്. യൂകാരിയോട്ടിക് സെൽസിലേക്കാണ് പോകുന്നത്. അല്ല, യൂകാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ ആര് തൊട്ട് തുടങ്ങും? പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് അനിമാലിയ അല്ലെ? അപ്പൊ ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഏതിലേക്ക് വരുന്നത്? യൂകാരിയോട്ടിക് യൂകാരിയോട്ടിക് സെൽസിൽ വരുന്നത്. ഓക്കെ. Now, extensive compartmentalization of cytoplasm. എന്താണ് യൂകാരിയോട്ടിക് സെൽസിൽ ഒരു പ്രത്യേകത? എടാ ഇവിടെ നോക്കടാ, ഈ യൂകാരിയോട്ടിക് സെൽസിൽ നമ്മളിപ്പോ ഒരു എന്താ പറയാ ഒരു പ്ലാന്റ് സെല്ലിനെ എടുക്കുകയാണെന്ന് വിചാരിക്കുക. കൺസിഡർ എ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിന്റെ പ്രത്യേകത എന്താണ്? പ്ലാന്റ് സെല്ലിന് ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ടാവും, ദാറ്റ് ഈസ് കോൾഡ് സെൽ വാൾ എന്നാണ് ഇതിനെ നമ്മൾ പറയാം. It is called cell wall, which is formed of cellulose. It is formed of cellulose. And അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെയർ എന്താണ്? It is the cell membrane. This is called cell membrane. കണ്ടോ? This is called cell membrane. ഈ സെൽ മെംബ്രെയിന്റെ ഉള്ളിൽ ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈറ്റോപ്ലാസം. ഇറ്റ് ഈസ് കോൾഡ് സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിനുള്ളിലുള്ള സ്പേസിനെ നമ്മൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് വെച്ച് പല കമ്പാർട്ട്മെന്റ്സ് ആക്കി മാറ്റി. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഇറ്റ് ഈസ് എന്താണ് നമ്മളുടെ മൈറ്റോകോൺട്രിയ. കണ്ടോ? മൈറ്റോകോൺട്രിയ. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ ഇപ്പൊ ന്യൂക്ലിയസ് ഉണ്ട് എന്ന് വിചാരിക്കുന്നത്. ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം? ഈ പറയുന്ന എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഫോം ചെയ്യിക്കാം, അല്ലെ? അല്ലെങ്കിൽ എന്താണ് ഗോൾഗി കോംപ്ലക്സ് ഫോം ചെയ്യും, അല്ലെ? ഗോൾഗി കോംപ്ലക്സ് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെൽ ഓർഗനൽസ് എന്ന് പറയുന്ന സാധനം കമ്പാർട്ട്മെന്റലൈസേഷൻ നടത്തുകയാണ്. എന്താണ്? ഈ പറയുന്ന നമ്മളുടെ സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലുള്ള ഏരിയനെ പല കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഓരോ സെൽ ഓർഗനൽസിനകത്തേക്ക് എന്ത് ചെയ്യാണ്? സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ. ഈ പറയുന്ന പരിപാടി എവിടെയില്ല? പ്രോകാരിയോട്ടിക് സെൽസിൽ ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്ത കാര്യം, യൂകാരിയോട്ടിക് സെൽസിന് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസിന് ഒരു ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ടാവും. ഡബിൾ മെംബ്രെയിനസ് ആയിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവും എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ they will be having locomotory structures. അവർക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് locomotory structures ഉണ്ടാവാം. പിന്നെ അതേപോലെ സൈറ്റോസ്കെലിറ്റൽ എലമെന്റ്സ് അതൊക്കെ നമ്മൾ പറയും. മൈക്രോ ട്യൂബ്യൂൾസ്, മൈക്രോ ഫിലമെന്റ്സ് എന്ന സാധനങ്ങളൊക്കെ പറയും. അപ്പൊ അങ്ങനത്തെ ഈ പറയുന്ന സൈറ്റോസ്കെലിറ്റൽ എലമെന്റ്സ് ഉണ്ടാവും. പിന്നെ അതേപോലത്തെ എന്താണ് പ്ലാന്റ് സെൽസ് ആണെങ്കിൽ പ്ലാന്റ് സെൽസിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? യു ക്യാൻ സീ വാക്യൂൾ, അല്ലെ? വലിയ വാക്യൂൾ കാണാൻ പറ്റും. അതായത് 90% ഓഫ് ദ സ്പേസ് ഓഫ് ദ പ്ലാന്റ് സെല്ലിനെ ഒക്യുപ്പൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? വാക്യൂൾ കാണാൻ പറ്റും. വാക്യൂൾസ് പല ടൈപ്പ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ എന്താണ് ഉള്ളത്? അനിമൽ സെൽസിലാണെങ്കിൽ സെൻട്രിയോൾ ഉണ്ട്, ദാറ്റ് ഇസ് നോട്ട് പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽസ്. പ്ലാന്റ് സെല്ലിലാണെങ്കിൽ വാക്യൂൾ ഉണ്ട്, ദാറ്റ് ഇസ് നോട്ട് പ്രസന്റ് ഇൻ അനിമൽ സെൽ. പിന്നെ പ്ലാന്റ് സെൽസിലുള്ള പ്ലാസ്റ്റിഡ്സ് അതെവിടെ ഇല്ല, അനിമൽ സെൽസിലില്ല. ഇങ്ങനെ കുറെ വ്യത്യാസങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി നമുക്ക് അവിടെ രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ നിങ്ങൾ നോക്കൂ. ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ശരി. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെന്താണ് കൊടുത്തിരിക്കുന്നത്? ഇതൊരു പ്ലാന്റ് സെല്ലാണോ അനിമൽ സെല്ലാണോ എങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുക? നിങ്ങൾ ഈ വാക്യൂൾ അങ്ങോട്ട് നോക്കുക. വാക്യൂളിന്റെ പ്രസൻസ് വന്നു. ദാറ്റ് ഈസ് എന്ത് സെല്ലാണ്? ഇറ്റ് ഈസ് പ്ലാന്റ് സെല്ലാണ്. ഓക്കെ, അത് കൺഫേം ആയി. ഇനി പ്ലാന്റ് സെല്ലാണെന്ന് കൺഫേം ചെയ്യാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതായിരിക്കുന്നു മിഡിൽ ലെമല്ല. പ്ലാന്റ് സെൽസ്, അഡ്ജസന്റ് പ്ലാന്റ് സെൽസിനെ തമ്മിൽ ഗ്ലൂ ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ ഒട്ടിച്ചു വെക്കുന്ന സാധനത്തിന്റെ പേരാണ് മിഡിൽ ലെമല്ല. ഇറ്റ് ഈസ് ഫോർമഡ് ഓഫ് കാൽഷ്യം പെക്ടേറ്റ് കൊണ്ടാണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് എങ്ങനെയാണ് നമ്മൾ ഇത് പ്ലാന്റ് സെല്ലാണെന്ന് ഉറപ്പിക്കുക? ഇവിടെ നോക്കടാ, ഇവിടെ ഒരു സാധനമുണ്ട്, പ്ലാസ്മോഡെസ്മാറ്റ.
പ്ലാസ്മോഡെസ്മാറ്റ അഡ്ജസന്റ് പ്ലാന്റ് സെൽസിനെ തമ്മിലുള്ള സെൽ വാൾ ക്രോസ് ചെയ്തിട്ടുള്ള കണക്ഷൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്ലാസ്മോഡെസ്മാറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോ പ്രസൻസ് ഓഫ് പ്ലാസ്മോഡെസ്മാറ്റ, പ്രസൻസ് ഓഫ് മിഡിൽ ലമെല്ല, പ്രസൻസ് ഓഫ് എന്താ പറയുക ഈ പറയുന്ന വാക്യൂള്, ഇതൊക്കെ കാണുമ്പോൾ ഇത് ഉറപ്പിക്കുക ഇതെന്താണ്, ദിസ് ഈസ് എ പ്ലാന്റ് സെൽ. ഓക്കെ, ഇതൊരു പ്ലാന്റ് സെൽ ആണ്. അപ്പൊ ബാക്കി സാധനങ്ങൾ നിങ്ങൾ നോക്കണം, ന്യൂക്ലിയസ് നോക്കണം, ന്യൂക്ലിയോലസ് നോക്കണം, ഗോൾഗി അപ്പാരറ്റസ് നോക്കണം, ന്യൂക്ലിയർ എൻവലപ്പ് നോക്കണം, പിന്നെ അതേപോലെ തന്നെ മിഡിൽ ലെമൽ നോക്കണം, സെൽ വാൾ, മൈറ്റോകോൺട്രിയ, റൈബോസോം. ഓഫ് കോഴ്സ് സെൽ വാൾ കണ്ടാലും നിങ്ങൾക്ക് എന്ത് പറയാം, ഇത് എന്താണ് പ്ലാന്റ് സെല്ലിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ് പ്ലാന്റ് സെൽസിലാണ്, സൈറ്റോപ്ലാസം, പെറോക്സിസോംസ്, മൈക്രോട്യൂബ്യൂൾസ്, പ്ലാസ്മോഡെസ്മാറ്റ, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കി വെക്കുക. നൗ മൂവിങ് ഓൺ ടു എന്താണ് ഈ പറയുന്ന എന്താണ് അനിമൽ സെൽ. അനിമൽ സെല്ലിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈക്രോവില്ലേ കാണാം, പ്ലാസ്മ മെംബ്രെയിൻ കാണാം, സെൻട്രിയോൾ അനിമൽ സെല്ലാണ് ടിപ്പിക്കലി കാണിച്ചു തരുന്ന സാധനമാണ് ഇത്, സെൻട്രിയോളിന്റെ പ്രസൻസ്. പെറോക്സിസോംസ് ഉണ്ട്, ലൈസോസോം ഉണ്ട്, റൈബോസോം ഉണ്ട്, മൈറ്റോകോൺട്രിയൻ ഉണ്ട്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, ന്യൂക്ലിയോലസ്, ന്യൂക്ലിയർ എൻവലപ്പ്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് ഗോൾഗി അപ്പാരറ്റസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും, ഈ അനിമൽ സെൽസിലും കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? ടെക്സ്റ്റിനകത്ത് ഇത് ഒരു പേജിലാണ് കൊടുത്തിരിക്കുന്നത്, രണ്ട് പിക്ചറും കൂടെ. ആദ്യത്തേത് പ്ലാന്റ് സെല്ല്, രണ്ടാമത്തേത് ഏതാണ്, അനിമൽ സെല്ലാണെന്ന് ഓർത്ത് വെക്കുക. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് കോൾഡ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനെ പറ്റിയിട്ട് പറയാൻ പോവാണ്. ഓക്കെ, എടാ സെൽ മെംബ്രെയിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഗ്ലൈക്കോ കാലിക്സ് പോലെയോ സെൽ വാൾ പോലെ, സെൽ വാൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ബാക്ടീരിയൽ സെൽ വാൾ കാണാം, അത് പ്രോകാരിയോട്ടിക് സെല്ലാണ്. യൂകാരിയോട്ടിക് സെൽസിൽ എന്താണ് ഈ പറയുന്ന സെൽ വാൾ കാണുന്ന ഒരു സ്ഥലമാണ് പ്ലാന്റ് സെൽസ്, അത് സെല്ലുലോസിക് സെൽ വാൾ ആണ്. രണ്ടാമത്തെ ആൾക്കാരാണ് ഫംഗൈയുടേതാണ് കൈറ്റിനാണ് അവരുടെ സെൽ വാൾ ഉള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ സെൽ വാൾ ഉള്ള ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ മെംബ്രെയിൻ ആണ്. ഏത് മെംബ്രെയിൻ? സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ ഒരു പ്രശ്നമുണ്ട്. സെൽ മെംബ്രെയിൻ ഈസ് എ സെലക്റ്റീവ്ലി പെർമിബിൾ അല്ലെങ്കിൽ ഈ പറയുന്ന സെമി പെർമിബിൾ ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണ് ഏത്, ഈ പറയുന്ന സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സി, സെൽ മെംബ്രെയിന്റെ പിക്ചർ നമ്മളുടെ കണ്ണിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ സെൽ മെംബ്രെയിന്റെ കെമിക്കൽ കമ്പോസിഷൻ ഈ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അവർ കണ്ടുപിടിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സെൽ മെംബ്രെയിന്റെ കെമിക്കൽ കമ്പോസിഷനിൽ വരുന്നത് ഒന്ന് പ്രോട്ടീൻസ് ആണ്, പിന്നൊന്ന് ലിപ്പിഡ്സ് ആണ്, പിന്നൊന്ന് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പൊ ഇത് കെമിക്കലി അവർ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രോട്ടീനിന്റെ, ലിപ്പിഡിന്റെ, കാർബോഹൈഡ്രേറ്റിന്റെ ഒക്കെ അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്ന് ആർക്കറിയില്ല, ഈ പറയുന്ന സയന്റിസ്റ്റുകൾക്ക് അറിയില്ല. അതിന് വിരാമമായത് മൈക്രോസ്കോപ്പിന്റെ ഇൻവെന്ററിയും നമ്മളുടെ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ പ്രപ്പോസ് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനു മുമ്പ് കുറെ മോഡൽസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ. യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ എന്ന് പറഞ്ഞിട്ട് സെൽ മെംബ്രെയിന്റെ മോഡൽ പറഞ്ഞിട്ടുണ്ട്. റോബർട്ട്സൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അത് പറഞ്ഞിരിക്കുന്നത്. സാൻഡ്വിച്ച് മോഡൽ എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ഉണ്ട്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഏറ്റവും പ്രചാരം കിട്ടിയ, ഏറ്റവും വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സെൽ മെംബ്രെയിന്റെ മോഡലാണ് ഏത്? ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. ആരാണ് ഇത് പ്രപ്പോസ് ചെയ്തത്? ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ സിംഗർ ആൻഡ് നിക്കോൾസൺ എന്ന് പറഞ്ഞ രണ്ട് സയന്റിസ്റ്റുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എന്ത് ചെയ്തിരിക്കുന്നത്, പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ പറയുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് 1950s കണ്ടുപിടിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സ്ട്രക്ചർ ഒക്കെ കണ്ടുപിടിക്കുന്നത്. നൗ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന മെംബ്രെയിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക, ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു സെല്ലിനെ വരയ്ക്കാണ്. ഞാനിവിടെ ഒരു സെല്ലിനെ വരച്ചു. ഓക്കെ, അപ്പൊ ഞാൻ ഈ സെല്ലിന്റെ ഈ മെംബ്രെയിൻ ഉണ്ടല്ലോ, ഇതാണ് സെൽ മെംബ്രെയിൻ എന്ന് വിചാരിക്കാം. ഈ മെംബ്രെയിന്റെ ഇത്രയും പാർട്ടിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഒന്ന് മാഗ്നിഫൈ ചെയ്യാൻ പോവാണ്. ഞാൻ മാഗ്നിഫൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഞാനത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇറ്റ് ഈസ് ഹാവിംഗ് ലിപ്പിഡ്സ്. ഇങ്ങനെ ഇരിപ്പുണ്ട് ലിപ്പിഡിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോടാ? ലിപ്പിഡ് ഈസ് ഹാവിംഗ് എ ഹെഡ് ആൻഡ് ലിപ്പിഡ് ഈസ് ഹാവിംഗ് എ ടെയിൽ. കണ്ടോ, ലിപ്പിഡിന് എന്തുണ്ട്, ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ പറയുന്ന ലിപ്പിഡ് എന്ന് പറയുന്ന മോളിക്യൂൾ ഇറ്റ് ഈസ് ആക്ച്വലി വാട്ടർ ഹേറ്റിംഗ്. അയാളുടെ അടുത്ത് വെള്ളം വന്നാൽ അപ്പ റിപ്പൽഷൻ നടക്കും. പക്ഷേ നമ്മൾ ഈ ലിപ്പിഡില് ഫോസ്ഫറസിന്റെ പ്രസൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദിസ് ലിപ്പിഡ് ഈസ് കോൾഡ് ഫോസ്ഫോലിപ്പിഡ്. ഇറ്റ് ഈസ് കോൾഡ് ഫോസ്ഫോലിപ്പിഡ്. ഈ ഫോസ്ഫോലിപ്പിഡിന്റെ ഈ പറയുന്ന നമ്മളുടെ ഹെഡ് റീജിയൻ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ഹാവിംഗ് ലവ് ടുവേർഡ്സ് വാട്ടർ. അപ്പോ ഫോസ്ഫോലിപ്പിഡിന്റെ ഹെഡ് എന്താണ്, വാട്ടർ ലവിംഗ് ആണ്. പക്ഷെ ഫോസ്ഫോലിപ്പിഡിന്റെ ടെയിൽ എന്താണെന്ന് അറിയാവോ? ഫോസ്ഫോലിപ്പിഡിന്റെ ടെയില് വാട്ടർ ഹേറ്റിംഗ് ആണ്. കണ്ടോ നിങ്ങൾ, വാട്ടർ ഹേറ്റിംഗ് ആണ്.
അപ്പൊ എപ്പോഴും ഓർത്ത് വെക്കുക, ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്ന ആ ലെയറിന്റെ ഹെഡ് റീജിയൻ വാട്ടർ ലവിങ് ആണ്, ടെയിൽ റീജിയൻ എന്താണ്, വാട്ടർ ഹേറ്റിംഗ് ആണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ മെംബ്രെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ ഫോസ്ഫോലിപ്പിഡിനെ ഇങ്ങനെ നിരത്തി വെച്ചു എന്ന് വിചാരിക്കാം. ഞാൻ എന്താ ഇവിടെ നിരത്തി വെച്ചു എന്ന് വിചാരിക്കാം. ഇങ്ങനെ നിരത്തി വയ്ക്കുമ്പോഴേക്കും സപ്പോസ് ഇത് ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, മെംബ്രെയിനെ ഞാൻ എന്താ ഇവിടെ ഇത് മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കാം. എന്താ മെംബ്രെയിന്റെ ഒരു സൈഡ് എന്താക്കി, ഫോസ്ഫോലിപ്പിഡ് കൊണ്ട് നിരത്തി വെച്ചു. ആ നിരത്തി വെച്ച ഫോസ്ഫോലിപ്പിഡിന്റെ ഇവിടെ വന്നിട്ട് ഒരു വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള സാധനം വന്നിട്ട് ഇയാളോട് ചോദിക്കുകയാണ്, ചേട്ടാ എന്നെ അകത്തോട്ട് കയറ്റുമോ? അപ്പോ ഇയാൾ പറയും, എടാ എന്റെ ഹെഡ് റീജിയൻ എന്താണ്, വാട്ടർ ലവിങ് ആണ്, അതുകൊണ്ട് നീ വേണമെങ്കിൽ ഇവിടെ നിന്ന് കളിച്ചോ, പക്ഷെ അകത്തോട്ട് നിനക്ക് കയറാൻ പറ്റില്ല. കാരണം എന്താണ്, എന്റെ ടെയിൽ റീജിയൻ എന്താണ്, വാട്ടർ ഹേറ്റിംഗ് ആണ്. അപ്പോ ഒരു സെല്ല് ചുറ്റുമുള്ള വാട്ടർ മോളിക്യൂൾസുമായിട്ട് ഒരു എന്താ പറയാ, ഒരു ഹാർമോണിയസ് ആയിട്ട് ഇരിക്കാൻ കാരണം അവന്റെ ഹെഡ് എന്താണ്, വാട്ടർ ലവിങ് ആണ്. കാരണം ലിപ്പിഡിന്റെ ഹെഡ് എന്താണ്, ഫോസ്ഫോലിപ്പിഡിന്റെ ഹെഡ് എന്താണ്, വാട്ടർ ലവിങ് ആണ്. അപ്പൊ എന്റെ അടുത്ത ചോദ്യം, സപ്പോസ് സെല്ലിനകത്ത് വാട്ടർ വന്നാലോ? സെല്ലിനകത്ത് വാട്ടർ വന്നാൽ ദേ വിൽ റിപ്പൽ. കാരണം എന്താ, ഇപ്പൊ അകത്തോട്ട് തള്ളിയിരിക്കുന്നത് ആരാണ്, ടെയിലാണ്. ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്നറിയോ, സെൽ മെംബ്രെയിന്റെ ഉൾഭാഗത്ത് നമ്മൾ എന്താ വെക്കുക, ഇതേ ഫോസ്ഫോലിപ്പിഡിനെ ഇങ്ങനെ തലകുത്തനെ വെച്ചു കൊടുക്കും. ഇതാ നോക്ക്, തലകുത്തനെ വെച്ചു കൊടുക്കും. അപ്പോ നിങ്ങളുടെ ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ്, സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ലിപ്പിഡ് ഫോസ്ഫോലിപ്പിഡിന്റെ സിംഗിൾ ലെയർ കൊണ്ടാണോ ബൈ ലെയർ കൊണ്ടാണോ, രണ്ട് ലെയർ കൊണ്ടാണോ? ബൈ ലെയർ. അതില് ഒരാളുടെ ഹെഡ് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യും, മറ്റേ ആളുടെ ഹെഡ് അകത്തേക്ക്, ആൻഡ് വാലുകൾ തമ്മിൽ ഉള്ളിലേക്ക് വരും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ സെല്ലിന് അകത്ത് വാട്ടർ സോല്യൂബിൾ മെറ്റീരിയൽസ് വന്നാലോ സെല്ലിന് പുറത്ത് വാട്ടർ സോല്യൂബിൾ മെറ്റീരിയൽസ് വന്നാലോ എന്ത് പ്രശ്നമില്ല, ഈ പറയുന്ന സെല്ലിന്റെ മെംബ്രെയിൻ റിപ്പൽ ചെയ്യില്ല. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? അപ്പൊ ഇനി അടുത്ത പ്രശ്നം വരും. അടുത്ത പ്രശ്നം എന്താണെന്നറിയോ, നമുക്ക് സപ്പോസ് ഇവിടെ ഒരു വാട്ടർ സോല്യൂബിൾ മെറ്റീരിയലിനെ അകത്തോട്ട് കയറ്റാനുണ്ടെന്ന് വിചാരിക്കാം, അതായത് ഇങ്ങോട്ട് കയറ്റാനുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന സെറൽ മെംബ്രെയിനിൽ ചാനൽസ് വെക്കണം. ചാനൽസ് ഉണ്ടാക്കുന്നത് ആരാണ്? പ്രോട്ടീൻസ് ആണ്. ഈ പ്രോട്ടീൻ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ഈ പ്രോട്ടീന്റെ പ്രത്യേകത? ഈ പ്രോട്ടീന് വേറൊരു പ്രത്യേകത ഉണ്ട്. This protein is extending all through the thickness of the lipid bilayer. കണ്ടോ, ലിപ്പിഡ് ബൈലെയറിന്റെ ടോട്ടൽ തിക്നെസ്സിൽ ഈ പ്രോട്ടീൻ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രോട്ടീനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഇന്റഗ്രൽ. ഇറ്റ് ഈസ് കോൾഡ് ഇന്റഗ്രൽ പ്രോട്ടീൻ. ആൻഡ് ഈ പ്രോട്ടീൻ എന്താണ്, കുറച്ചുകൂടെ പുറത്തേക്കല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ എന്ത് വിളിക്കുന്നു, പെരിഫറൽ പ്രോട്ടീൻ എന്ന് വിളിക്കുന്നു. ഈ പറയുന്ന പെരിഫറൽ പ്രോട്ടീനെ ഞാൻ ജസ്റ്റ് വന്നിട്ട് ഈ പറയുന്ന പെരിഫറൽ പ്രോട്ടീൻ എവിടെ ഇരിക്കണം, ഇവിടെ ഈ പെരിഫറൽ പ്രോട്ടീൻ ഞാൻ വന്നിട്ട് ഒരൊറ്റ തട്ട് കൊടുക്കുകയാണെങ്കിൽ പെരിഫറൽ പ്രോട്ടീൻ പെട്ടെന്ന് ഇളകിപ്പോകും. പക്ഷെ ഇന്റഗ്രൽ പ്രോട്ടീൻ അങ്ങനെയല്ല, ഞാൻ എത്ര തള്ളിയാലും അനങ്ങൂല. കാരണം എന്താണ്, ഇറ്റ് ഈസ് എംബഡഡ് വിത്തിൻ ദ സെൽ മെംബ്രെയിൻ. മനസ്സിലാവുന്നുണ്ടോ? മെംബ്രെയിനിൽ എംബഡ് ചെയ്ത് കിടക്കുകയാണ് ആര്, ഈ പറയുന്ന ഇന്റഗ്രൽ പ്രോട്ടീൻ. മറ്റവൻ അങ്ങനെയല്ല, ഈസിലി റിമൂവബിൾ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സെൽ മെംബ്രെയിനിൽ നിന്നുള്ള ഈസിനെസ് ഓഫ് എക്സ്ട്രാക്ഷൻ വെച്ചിട്ട് ഈ പറയുന്ന പ്രോട്ടീൻസിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. ഒന്നേതാണ് ഇന്റഗ്രൽ പ്രോട്ടീൻസ്, മറ്റേതെന്താണ് പെരിഫറൽ പ്രോട്ടീൻസ്. നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? അപ്പം ലിപ്പിഡ് ബൈലെയറും പ്രോട്ടീൻസും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഇവിടുത്തെ പ്രോട്ടീനിന്റെ ലിപ്പിഡിന്റെ റേഷ്യോ എത്രയാണ്? 40% എന്താണ്? 40%, 40% എന്താണ്? ലിപ്പിഡ് ആണ്. ആൻഡ് ഇവിടെ 52% എന്താണ്? പ്രോട്ടീൻസ് ആണ് ഇവിടെ 52% വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇനി ഈ പറയുന്ന സെല്ലിന്റെ സർഫസ് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി എന്താണ്, കാർബോഹൈഡ്രേറ്റ്സിന്റെ പ്രസൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ വള്ളിയായിട്ട് ഇങ്ങനെ നമുക്ക് എന്താണ് കാണാൻ പറ്റും, കാർബോഹൈഡ്രേറ്റ്സിന്റെ പ്രസൻസും കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ അങ്ങനെ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന പ്രോട്ടീൻസ് ഉണ്ടല്ലോ, ഞാൻ ഇവിടെ വരച്ച ഈ പ്രോട്ടീൻ, ദിസ് പ്രോട്ടീൻ ക്യാൻ ഹാവ് ലാറ്ററൽ മൂവ്മെന്റ്സ്. ഈ പറയുന്ന പ്രോട്ടീനിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഈ മൂവ്മെന്റ് ഈസിലി മൂവബിൾ ആണെങ്കിൽ, നല്ല ഈസി ആയിട്ട് ഇയാൾക്ക് മൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഫ്ലൂയിഡിറ്റി കൂടുതൽ എന്നാണ് അർത്ഥം. ഇയാൾക്ക് മൂവ് ചെയ്യാൻ പാടാണെങ്കിൽ, ലാറ്ററൽ മൂവ്മെന്റ് പാടാണെങ്കിൽ ഫ്ലൂയിഡിറ്റി കുറവാണെന്നാണ് അർത്ഥം. ക്ലിയർ അല്ലേ? ഈ പെരിഫറൽ പ്രോട്ടീൻസിന് വേറൊരു പേരും കൂടെ ഉണ്ട്, എക്സ്ട്രിൻസിക് പ്രോട്ടീൻസ് എന്ന്. ഇന്റഗ്രൽ പ്രോട്ടീൻസിന് വേറൊരു പേരുണ്ട്, എന്ത് പ്രോട്ടീൻ? ഇൻട്രിൻസിക് പ്രോട്ടീൻ എന്നും വിളിക്കും. ഓക്കെ, അപ്പൊ എക്സ്ട്രിൻസിക് പ്രോട്ടീൻസും ഇൻട്രിൻസിക് പ്രോട്ടീൻസ് എന്നും നോട്ട് ചെയ്ത് വെക്കാം. നൗ what is the function of cell membrane? സെൽ മെംബ്രെയിന്റെ ഫംഗ്ഷൻ എന്താണ്? അതിലേക്ക് നമുക്ക് പോവാം. ഇവിടെ ഒരു വലിയ പേജ് വെറുതെ കിടക്കുന്നുണ്ട് അല്ലേ? സെൽ മെംബ്രെയിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കാം, ഞാൻ ഇവിടെ ഒരു മെംബ്രെയിൻ വരച്ചു. ഓക്കെ, അപ്പൊ ഈ മെംബ്രെയിൻ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇറ്റ്സ് ഫോംഡ് ഓഫ് ലിപ്പിഡ് ബൈലെയർ അല്ലെ? ലിപ്പിഡ് ബൈലെയർ ആൻഡ്
പ്രോട്ടീൻസ് അല്ലെ, ലിപ്പിഡ് ബൈലെയർ ആൻഡ് പ്രോട്ടീൻ വെച്ചിട്ടാണ് എന്ത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ കുറെ ലിപ്പിഡ് ഒക്കെ വരയ്ക്കാം. ആൻഡ് ഇവിടെ എന്തുണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഇന്റഗ്രൽ പ്രോട്ടീൻസ് ഉണ്ട്, പെരിഫറൽ പ്രോട്ടീൻസ് ഉണ്ട്, പിന്നെ എന്തുണ്ടാവും, ഈ പറയുന്ന നമ്മളുടെ കാർബോഹൈഡ്രേറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഈ സെൽ മെംബ്രെയിൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു മോളിക്യൂൾ വന്നു. ഓക്കെ, ഇവിടെ ഒരു മോളിക്യൂൾ വന്നു. സപ്പോസ് ഇവിടെ ഒരു മോളിക്യൂൾ വന്നു. ഈ മോളിക്യൂൾ വന്നിട്ട് ആരെയും കൂസാക്കാതെ ഈ മോളിക്യൂൾ എന്ത് ചെയ്തു, സെല്ലിനകത്തോട്ട് കയറിപ്പോയി. അപ്പൊ ഇത് ഔട്ടർ സൈഡ് ഓഫ് ദ സെൽ, ഇത് ഇന്നർ സൈഡ് ഓഫ് ദ സെൽ ആണെന്ന് വിചാരിക്കാം. ആരെയും കൂസാക്കുന്നില്ല. അപ്പൊ അവനെ പോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്, ഈ ഔട്ടർ സൈഡിലുണ്ട്. അപ്പൊ അയാൾ ആരെയും കൂസാക്കാതെ ഉള്ളിലേക്ക് അങ്ങ് കയറിപ്പോയി. ദിസ് മൂവ്മെന്റ് ഈസ് കോൾഡ് പാസീവ് മൂവ്മെന്റ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, പാസീവ് മൂവ്മെന്റ്. അതായത് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ വിത്തൗട്ട് ഡിപ്പെൻഡന്റ് ഓൺ എനർജി. എനർജി ഒന്നും ഡിപ്പെൻഡ് ചെയ്യാണ്ട് അയാൾ എന്ത് ചെയ്തു, കയറിപ്പോയി. ഇതാണ് ഇയാളുടെ പ്രത്യേകത. അപ്പൊ ഇയാൾ എന്തായിരിക്കും, ഇയാൾ ലിപ്പിഡ് സോലിബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കും. കാരണം അതുകൊണ്ടാണ് അയാൾക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റിയത്, സെൽ മെംബ്രെയിൻ ക്ലോസ് ചെയ്യാൻ പറ്റിയത്. ഇനി സപ്പോസ് വേറൊരാൾ വന്നു എന്ന് വിചാരിക്കാം. ഒരാൾ വന്നിട്ട് ഇവിടെ പുറത്തു വന്ന് നിന്നു. ഇവിടെ പുറത്ത് വന്നിട്ട് അയാൾ എന്ത് ചെയ്തു, നിന്നിട്ട് അയാൾ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് എന്നെ ഒന്ന് അകത്തോട്ട് കയറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അകത്തോട്ട് കയറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇയാളെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇയാൾ എന്താണ്, വാട്ടർ സോലിബിൾ ആണ്. അപ്പൊ വാട്ടർ സോലിബിൾ ആയിട്ടുള്ള ആൾ അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ അകത്തോട്ട് കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇയാളുടെ അടുത്ത് പറയും, നീ ഒരു കാര്യം ചെയ്യ്, ഈ പ്രോട്ടീൻ ചാനൽ വഴി അകത്തോട്ട് പൊയ്ക്കോ എന്ന് പറയും. ആ പ്രോട്ടീൻ ചാനൽ വഴി അകത്തോട്ട് പോയിക്കുക. കാരണം പ്രോട്ടീൻ ചാനലിൽ കൂടെ വാട്ടർ സോലിബിൾ സാധനങ്ങൾക്ക് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പൊ ഇവൻ നിൽക്കുന്ന സ്ഥലത്തും ഇയാളുടെ കോൺസെൻട്രേഷൻ എന്താണ്, കൂടുതലാണ്. ഇവൻ അങ്ങനെ തോന്നിയ പോലെ കയറാൻ പറ്റില്ല. ഇവൻ ആരുടെ ഹെൽപ്പ് എടുത്തു, ഒരു പ്രോട്ടീന്റെ ഹെൽപ്പ് എടുത്തു. എങ്കിൽ നമ്മൾ ഇതിന് എന്താ വിളിക്കുക, ദിസ് ഈസ് കോൾഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് വിളിക്കും. നേരത്തെ നടന്ന ഈ പാസീവ്ലി വെറുതെ നടന്ന സാധനത്തിന് വെറും ഡിഫ്യൂഷൻ എന്ന് വിളിക്കും. അപ്പോ രണ്ടു തരം മൂവ്മെന്റിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടില്ല, എനർജി യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ എനർജി യൂസ് ചെയ്യാതെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് സാധനങ്ങൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഡിഫ്യൂഷൻ. ഹയർ കോൺസെൻട്രേഷനിൽ ലോവർ കോൺസെൻട്രേഷനിൽ മൂവ് ചെയ്യുന്ന സാധനം വാട്ടർ സോലിബിൾ മെറ്റീരിയൽ ആണ്. അതിന് ലിപ്പിഡ് ബൈലെയർ ക്രോസ് ചെയ്യാൻ പറ്റില്ല. ആ സമയം നമ്മൾ ആരുടെ ഹെൽപ്പ് തേടുന്നു, നമ്മൾ പ്രോട്ടീൻ ചാനൽസിന്റെ ഹെൽപ്പ് തേടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അതും ഹയറിൽ നിന്ന് ലോവറിലേക്കാണ്. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഇൻഡിപെൻഡന്റ് ഓഫ് എനർജി. അപ്പൊ ഈ രണ്ട് മൂവ്മെന്റും എന്താണ്, പാസീവ് ആണ്. അതായത് ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്, പാസീവ് ട്രാൻസ്പോർട്ട് ആണ്. ഇനി അടുത്തൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ ഒരു സാധനം വന്നത് ഈ പറയുന്ന മെംബ്രെയിൻ ഇവിടെ നിന്നു. ഓക്കെ, ഇയാളിപ്പോ ഒരു 4 പേരുണ്ട്. ഞാൻ നോക്കുമ്പോ സെല്ലിനകത്ത് ഇവർ ഒരുപാടുണ്ട്. ഓക്കെ, ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, ഉടനെ ഇയാൾ പറയാണ് എനിക്ക് അകത്തോട്ട് പോകണം. ഗ്രീൻ കളർ സാധനം പറയണേ എനിക്ക് അകത്തോട്ട് പോകണം. അപ്പൊ നമ്മൾ എന്ത് പറയാണ്, എടാ നിന്റെ കോൺസെൻട്രേഷൻ അകത്ത് കൂടുതലും നീ പുറത്ത് കുറവാണ്. പക്ഷെ ഇവൻ പറയണ ഇല്ല പറ്റില്ല, എനിക്ക് അകത്തോട്ട് പോയേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒരു പ്രോട്ടീൻ ചാനലിൽ കൂടെ ഇയാളെ കടത്തിവിട്ടു. ഇയാളെ ബഹളം ആയതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു, കടത്തിവിട്ടപ്പോ വി ആർ മൂവിങ് ഇറ്റ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. അതിനുവേണ്ടി നമ്മൾ എന്ത് എക്സ്പെൻഡ് ചെയ്യേണ്ടി വരും, ATP എക്സ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ മൂവ്മെന്റിനെ ഓക്കെ അപ്പോ ഈ പറയുന്ന ആളെ ഞാൻ എന്ത് ചെയ്തു, ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്കാണ് കയറ്റുന്നത്. വിത്ത് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എന്താണ്, എനർജിയാണ്. ഇങ്ങനത്തെ മൂവ്മെന്റ് ആണ് ഞാൻ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് ആസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. കണ്ടോ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പൊ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നമ്മൾ ഹയറിൽ നിന്ന് ലോവറിലേക്കാണോ, അല്ല, ലോവറിൽ നിന്ന് ഹയറിലേക്ക് ത്രൂ എ പ്രോട്ടീൻ ചാനൽ എന്ത് ചെയ്യാണ്, തള്ളിക്കയറ്റാണെന്ന് മനസ്സിലാക്കുക. അവിടെ നമ്മൾ പ്രോട്ടീനെ ഉപയോഗിച്ചു, ATP ഉപയോഗിച്ചു. അപ്പോ ഇതൊക്കെ നടക്കുന്നത് സെൽ മെംബ്രെയിനിലാണ്. അപ്പൊ സെൽ മെംബ്രെയിൻ ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടിനാണ് എന്ത് ചെയ്യുന്നത്, എയ്ഡ് ചെയ്യുന്നത്. അത് ഏത് മൂവ്മെന്റ് ആയിരിക്കാം, പാസീവ് ആയിരിക്കാം, ആക്റ്റീവ് ആയിരിക്കാം, അതിൽ തന്നെ ഡിഫ്യൂഷൻ ആയിരിക്കാം, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, ഈ പറയുന്ന ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആയിരിക്കാം. എനിത്തിങ് ക്യാൻ ഹാപ്പൻ ത്രൂ ദ സെൽ മെംബ്രെയിൻ, ബട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ കേപ്പബിലിറ്റി ഓഫ് ദാറ്റ് മെംബ്രെയിൻ. ആ മെംബ്രെയിന് പറ്റുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പറ്റാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇതിൽ എന്താ പറഞ്ഞ പ്രസന്റ് മേക്കിംഗ് ലേണിംഗ് എൻജോയബിൾ ആൻഡ് മെമ്മറബിൾ. താങ്ക് യു, നന്ദി. ഓക്കെ, ശരി. അപ്പോ നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ? അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അപ്പൊ സെൽ മെംബ്രെയിൻ എന്തുകൊണ്ട് സെലക്റ്റീവ്ലി അല്ലെങ്കിൽ സെമി പെർമിബിൾ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഈ പറയുന്ന ക്രൈറ്റീരിയാസ് ഉള്ളത് കൊണ്ടാണ്. നമുക്ക് വെറുതെ ഒരു സാധനത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സെൽ മെംബ്രെയിൻ വഴി കയറ്റി വിടാൻ പറ്റില്ല. ഇനി ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. സപ്പോസ് ഇവിടെ ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇവിടെ ഇപ്പുറത്ത് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്നത് ആരാണ്, വാട്ടർ ആണെന്ന് വിചാരിക്കാം. വാട്ടറിനെ നമ്മൾ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ ഓക്കെ, യു ക്യാൻ കോൾ ഇറ്റ് ആസ് ഡിഫ്യൂഷൻ. പക്ഷെ അത് വെള്ളത്തിന്റെ ഡിഫ്യൂഷൻ ആണ്. വെള്ളത്തിന്റെ ഡിഫ്യൂഷൻ നമ്മൾ എസ്പെഷ്യലി എടുത്തു വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ്. ഓർത്ത് വയ്ക്കുക, ഇതെന്താ ഓസ്മോസിസ്, ദിസ് കോൾഡ് ഓസ്മോസിസ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക,
osmosis. Okay, appo if the water is moving from higher concentration to lower concentration, you can call it as diffusion, but the specificity of water undergoing diffusion is termed as osmosis എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയോ, ഈ പറയുന്ന ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ Na+K+ പമ്പ് ഉണ്ട്. പമ്പുകളെല്ലാം എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? പമ്പ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? താഴ്ന്ന സ്ഥലങ്ങളിൽ നിന്നും മുകളിലുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം അടിച്ചു കയറ്റാനല്ലേ. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? എനർജി യൂസ് ചെയ്യുന്നു. അപ്പോൾ Na+K+ പമ്പൊക്കെ എന്താണ്? ഇറ്റ് ഈസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾ ആണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർക്കുക. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞില്ല എക്സ്ട്രിൻസിക് പ്രോട്ടീൻസും ഇൻട്രിൻസിക് പ്രോട്ടീൻസും. എക്സ്ട്രിൻസിക് പ്രോട്ടീൻസ് ഏകദേശം ഒരു സെല്ലിൽ കാണുന്നത് 20 to 30% ആണ്. ഇൻട്രിൻസിക് പ്രോട്ടീൻസ് കാണപ്പെടുന്നത് ഏകദേശം 70% ആണെന്നും കൂടെ ഓർത്ത് വെക്കുക. ജസ്റ്റ് എന്താണ് ഇൻഫർമേഷൻ ആണ്, വേണമെങ്കിൽ നോട്ട് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു സെൽ വാൾ. സെൽ വാളിനെ കൂടെ പറയാം, നോക്കാം. അതിനു മുമ്പ് ഇവിടെ നമ്മൾ സെൽ മെമ്പറിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ കണ്ടോ നിങ്ങൾ പെരിഫറൽ പ്രോട്ടീൻ കാണിച്ചിട്ടുണ്ട്, ഷുഗേഴ്സ് കണ്ടോ, ഷുഗേഴ്സ് കാണിച്ചിട്ടുണ്ട്, ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ കാണിച്ചിട്ടുണ്ട്, കോളിസ്റ്റിറോൾ. നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക, സെൽ മെമ്പറിനകത്ത് ഈ പറഞ്ഞ ഫോസ്ഫോലിപ്പിഡിനെ കൂടാതെ കോളിസ്റ്റിറോൾ പ്രസൻസ്, കൊളസ്ട്രോൾ പ്രസൻസ് ഒക്കെ ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക. നൗ മൂവിങ് ഓൺ ടു ദ സെൽ വാൾ. ഓക്കെ, സെൽ വാൾ. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരു സെല്ലിന്റെ ഫോർമേഷനെ ആലോചിക്കുക. ദാ ഇവിടെ ഒരു സെൽ ഉണ്ടെന്ന് വിചാരിക്കാം. ദാ ഇതാണ് ആ സെല്ല്. ഇതാ സെല്ലിന്റെ സെൽ മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കാം. ഈ സെൽ മെംബ്രെയിന്റെ പുറത്താണ് എന്തുണ്ടാവുക? സെൽ വാൾ ഫോം ചെയ്യാം. ഇതാണ് സെൽ വാൾ. ഓക്കെ, ആദ്യം ഉണ്ടാവുന്ന സെൽ വാളിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി വാൾ. ഇതാണ് എന്ത്? പ്രൈമറി വാൾ. ഓക്കെ, ഈ പ്രൈമറി വാൾ ഉണ്ടായതിനു ശേഷം ഈ പ്രൈമറി വാളിന്റെ ഇന്നർ സൈഡിലായിട്ട്, ഇതാ പ്രൈമറി വാളിന്റെ തൊട്ട് ഇന്നർ സൈഡിലായിട്ട് നമുക്ക് പുതിയ സെൽ വാൾ ഡെപ്പോസിഷൻ ഉണ്ടാവും. അതായത് ഈ സെല്ല് മോഡിഫൈ ചെയ്ത് സെല്ല് മെച്ചർ ആവണതിനനുസരിച്ച് പ്രൈമറി വാളിന്റെ താഴെ പുതിയ സെൽ വാൾ ഫോം ചെയ്യും. അതിനെ ഞാൻ വിളിക്കുന്ന പേരാണെന്ത്? സെക്കൻഡറി വാൾ. ഓക്കെ, ഓർത്ത് വെക്കുക, സെക്കൻഡറി വാൾ. അപ്പോ സെൽ വാൾ ഫോർമേഷൻ ഇനിഷ്യലി നടക്കുമ്പോൾ ഉണ്ടാവുന്ന സെൽ വാൾ ഏതാണ്? ഇറ്റ് ഈസ് കോൾഡ് പ്രൈമറി സെൽ വാൾ. ആൻഡ് അതിനുശേഷം അതിന്റെ താഴെയായിട്ട് സെൽ മെംബ്രെയിന്റെ സൈഡിലോട്ട് ഉണ്ടാകുന്ന സെൽ വാളിനെ ഞാൻ വിളിക്കുന്ന പേരാണെന്ത്? സെക്കൻഡറി വാൾ എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, സപ്പോസ് ഇറ്റ് വാസ് എ പ്ലാൻ സെൽ. ഇതൊരു പ്ലാൻ സെൽ ആയിരുന്നുവെങ്കിൽ, എന്ന് വിചാരിക്കുക. ഓഫ് കോഴ്സ് എന്താണ് പ്ലാൻ സെൽ ആണെങ്കിൽ ഇവിടെ നോക്കിക്കോളുക, ഇതാണ് പ്ലാൻ സെൽ, ഇത് വേറൊരു പ്ലാൻ സെൽ. ഓക്കെ, ഈ പ്ലാൻ സെല്ലിന്റെ ഇടയ്ക്ക് ഇവരെ തമ്മിൽ ഗ്ലൂ ചെയ്ത് വെക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടാവുമല്ലോടാ, ഇതിനെന്താ വിളിക്കുക? ദിസ് ഈസ് കോൾഡ് മിഡിൽ ലമല്ല, അല്ലെ? ലമല്ല. അപ്പോ ഈ മിഡിൽ ലമല്ലയുടെ തൊട്ടെടുത്തിരിക്കുന്ന ഈ സെൽ വാൾ എന്തായിരിക്കും? ദിസ് വിൽ ബി പ്രൈമറി, അല്ലെ? പ്രൈമറി. അതിന്റെ താഴെ ഉണ്ടാവുന്ന പുതിയത് എന്തായിരിക്കും? ദാറ്റ് ഈസ് സെക്കൻഡറി, അല്ലെ? അത് കഴിഞ്ഞിട്ടായിരിക്കും ആരുണ്ടാവുക? സെൽ മെംബ്രെയിൻ ഉണ്ടാവുക. ഓർത്ത് വെക്കുക. അപ്പൊ അറേഞ്ച്മെന്റ് ഓഫ് എന്താ പറയാ സെൽ വാൾ ഇൻ കേസ് ഓഫ് പ്ലാന്റ് സെൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഡിൽ ലമല്ല, പ്രൈമറി വാള്, സെക്കൻഡറി വാള്, സെൽ മെംബ്രെയിൻ, അങ്ങനെ ആയിരിക്കുമെന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ? മിഡിൽ ലമല്ല ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ വെച്ചിട്ടാ? കാൽഷ്യം പെക്ടേറ്റ് കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മിഡിൽ ലമല്ല ഫോം ചെയ്തിരിക്കണെന്ന് ഓർക്കുക. ക്ലിയർ അല്ലേ? പിന്നെ ആൽഗയുടെ സെൽ വാൾ ആണെങ്കിൽ ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്, ഗാലക്ടാൻസ്, മന്നാൻസ് ആൻഡ് മിനറൽസ് ലൈക്ക് കാൽഷ്യം കാർബണേറ്റ്. അണ്ടർലൈൻ ചെയ്തിടുക. ഇനി അടുത്ത പ്ലാന്റ്സിലാണെങ്കിൽ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻസ് ആൻഡ് പ്രോട്ടീൻസ് ആണെന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി അതേപോലെ നമ്മുടെ ഫംഗസിലാണെങ്കിൽ സെൽ വാൾ ഇസ് ഫോംഡ് ഓഫ് കൈറ്റിൻ ആണെന്ന് ഓർത്ത് വെക്കുക. പ്രൈമറി വാളും സെക്കൻഡറി വാളും ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. What is the function of cell wall? The function of cell wall is to maintain the shape of the cell. സെല്ലിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, സെല്ലിന്റെ ടർജിഡിറ്റി മെയിൻ ചെയ്യുക. അതായത് ഈ സെല്ലിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ആ സെൽ ഇങ്ങനെ വീർത്ത് വരും. അപ്പൊ ആ സെല്ല് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ അത് ബേസ്റ്റ് ചെയ്യാതിരിക്കാൻ ആ സെല്ലിനെ പിടിച്ചു നിർത്തുന്ന ആരായിരിക്കും? സെൽ വാൾ ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. പിന്നെ സെൽ വാളിന്റെ ഷേപ്പ്, അതിന്റെ എന്താണ് സ്ട്രക്ചർ, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? സെൽ വാൾ ആണ്. പിന്നെ ഇഞ്ചുറീസ് വരാതിരിക്കാൻ സഹായിക്കുന്നത് സെൽ വാൾ ആണ്. അറ്റാക്കിംഗ് ബൈ വൈറസും മറ്റ് ഓർഗാനിസംസിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നത് ആരാണ്? സെൽ വാൾ ആണെന്ന് ഓർത്ത് വെക്കുക. 400 400 തീയിട്ട് പോടുന്നു. 400 ആയില്ല. ഞാൻ വെറുതെ പ്രതീക്ഷിച്ച്. 400 ആയടാ. ആയി. ഓക്കെ, ശരി. ഓക്കെ, ഞാൻ ഇത് റിഫ്രഷ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കാണാത്തത്. ഓക്കെ, 400 ഇനി നമ്മുടെ ലക്ഷ്യം 500. ഓക്കെ, തീട് ഫുൾ തീട്. ഇന്ന് യൂട്യൂബിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കത്താം. നല്ല തീട്. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ സെൽ വാളിന്റെ കാര്യം എന്നുള്ളത് ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് ഓൾസോ. പിന്നെ ഓക്കെ,
പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ടല്ലോ, പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ടല്ലോ, ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പറഞ്ഞുതരാം. യെസ്, ഡ്രാഗൺ സ്ലെയർ ഇതാ പറഞ്ഞ്, പ്ലാസ്മോഡെസ്മാറ്റ. ഞാൻ ഇപ്പം പറഞ്ഞുതരാം, ഇതാ ഇവിടെ നോക്കിക്കോ. ഇതെന്താ ഫുള്ള് പടക്കം പൊട്ടിക്കല്, തീയിടൽ, എന്താണിത്? ഇത്രയും നേരം ഉറങ്ങിക്കിടന്നവന്മാരൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടല്ലോ തീയിടാൻ വേണ്ടിയിട്ട്. മതി ബാക്കി വിഷുവെന്ന്. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. ഇവിടെ ദിസ് ഈസ് എ സെൽ വാൾ. ഓക്കെ, ഇതൊരു സെൽ വാൾ ആണ്. ഓക്കെ, അടുത്തത് ഈ സെൽ വാളുകളുടെ ഇടയിലുള്ള സാധനം എന്താണ്? ഇതൊരു പ്ലാന്റ് സെൽ ആണെങ്കിൽ സെൽ വാളുകളുടെ ഇടയിലുള്ള സാധനത്തിന്റെ പേരെന്താണ്? മിഡിൽ ലെമല്ല, അല്ലെ? മിഡിൽ ലെമല്ല. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് എന്താണ്? കാൽഷ്യം പെക്ടേറ്റ് അല്ലെങ്കിൽ മെഗ്നീഷ്യം പെക്ടേറ്റ്. ആൻഡ് അത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ളത് എന്താണ്? സെൽ മെംബ്രെയിൻ ആണ്, അല്ലെ? ഇത് സെൽ മെംബ്രെയിൻ ആണ്. ഇതെന്താണ്? സെൽ മെംബ്രെയിൻ ആണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. അഡ്ജസന്റ് പ്ലാന്റ് സെൽസിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്ജസന്റ് പ്ലാന്റ് സെൽസിൽ ഈ പറയുന്ന സെൽ വാളിനെയും മിഡിൽ ലെമല്ലേനെയും ട്രാവേഴ്സ് ചെയ്തുകൊണ്ട് അഡ്ജസന്റ് പ്ലാന്റ് സെൽസിന്റെ സൈറ്റോപ്ലാസങ്ങൾ തമ്മിൽ എന്തുണ്ടാവും? കണക്ഷൻ ഉണ്ടാവും. ഈ കണക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പ്ലാസ്മോഡെസ്മാറ്റ. ഓക്കെ, പ്ലാസ്മോഡെസ്മാറ്റ. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണെന്നറിയോ? മിഡിൽ ലെമല്ലയും സെൽ വാളൊക്കെ ട്രാവേഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്നത് ആരാണ്? ഇറ്റ് ഈസ് എന്താണ്? പ്ലാസ്മോഡെസ്മാറ്റ. അഡ്ജസന്റ് പ്ലാന്റ് സെൽസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ആരാണ്? പ്ലാസ്മോഡെസ്മാറ്റ. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കുക, പ്ലാസ്മോഡെസ്മാറ്റയുടെ കാര്യം ഓർത്ത് വെക്കുക. അയാൾക്ക് മാത്രമേ ഇതൊക്കെ ക്രോസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ഓർക്കുക. Now we are moving on to endomembrane system എന്ന് പറയുന്ന പാർട്ടിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഈ endomembrane സിസ്റ്റത്തിന്റെ ഇൻട്രോ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, എന്താ പറയാ, ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാക്കാം. അത് നമുക്ക് പാർട്ട് 1 പാർട്ട് 2 ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് endomembrane സിസ്റ്റം എന്താണെന്നാണ്. ഒരു യൂക്കാരിയോട്ടിക് സെല്ലിനെ എടുത്തു കഴിഞ്ഞാൽ ആ യൂക്കാരിയോട്ടിക് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കമ്പാർട്ട്മെന്റലൈസേഷൻ ഉണ്ട്. അപ്പൊ കമ്പാർട്ട്മെന്റലൈസേഷൻ ഉള്ള സമയത്ത് വി ആർ ഹാവിംഗ് എ മെയിൻ സ്ട്രക്ചർ ഇൻ ദ സെൽ കോൾഡ് ദ ന്യൂക്ലിയസ്. ആൻഡ് വി ആർ ഹാവിംഗ് ദ സ്ട്രക്ചേഴ്സ് കോൾഡ് എന്താണ്? ഒന്ന് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, അല്ലെ? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? ഗോൾഗി ബോഡി ഉണ്ടാവും, അല്ലെ? ഗോൾഗി ബോഡി ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? മൈറ്റോകോൺട്രിയ ഉണ്ടാവും, അല്ലെ? മൈറ്റോകോൺട്രിയ ഉണ്ടാവും. ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാവും. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. ഇവിടെ നമ്മളുടെ സെല്ലിനകത്ത് കാണുന്ന ഈ ഓർഗനൽസ് ഉണ്ടല്ലോ, സെൽ ഓർഗനൽസ്, ഈ സെൽ ഓർഗനൽസിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ പെടുത്താം. if they are accepting and they are എന്താ പറയാ, ഇവര് പറയുന്നത് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ പെടുത്താം. ആര് പറയുന്നത് കേൾക്കണം? ഈ പറയുന്ന ന്യൂക്ലിയസ് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. ന്യൂക്ലിയസ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് ആരൊക്കെയാണ്? നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന് സ്വന്തമായിട്ടൊരു തീരുമാനമൊന്നുമില്ല. അത് ആര് പറയണം? നമ്മളെ ന്യൂക്ലിയസ് പറയണം. അപ്പം എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്താണ്? എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ പെടും. ഗോൾഗി അപ്പാരറ്റസിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ആര് പറയണം? ഈ പറയുന്ന നമ്മളുടെ നമ്മുടെ ന്യൂക്ലിയസ് പറയണം. അപ്പോ അതും എന്തിൽ പെടും? ഈ പറയുന്ന എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ പെടും. ഇത് നമ്മളുടെ വാക്യൂൾസ്, എല്ലാ സാധനങ്ങളും എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ പെടും. പിന്നെ ഈ മൈറ്റോകോൺട്രിയയുടെ കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. മൈറ്റോകോൺട്രിയയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ന്യൂക്ലിയസ് പറയുന്നതൊക്കെ കേൾക്കും, പക്ഷേ ഇയാൾക്ക് സ്വന്തമായിട്ടൊരു രാജ്യം ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് ഇയാൾക്ക് സ്വന്തമായിട്ട് ഇയാളുടെ ഉള്ളിൽ തന്നെ DNA ഉണ്ട്, സർക്കുലാർ DNA. ഇയാൾക്ക് സ്വന്തമായിട്ട് ഇയാൾക്കുള്ളിൽ തന്നെ റൈബോസോം ഉണ്ട്. ഇയാൾക്ക് സ്വന്തമായിട്ട് ഇയാളുടെ ഉള്ളിൽ തന്നെ RNA ഉണ്ട്. അതായത് സെല്ലിനകത്ത് വേറൊരു കട തുറന്ന് നിൽക്കുന്നു. ആര്? ഈ പറയുന്ന മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയക്ക് ഡിവൈഡ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയ ഡിവൈഡ് ചെയ്യും. സെല്ലിന്റെ എന്താണ് ഉത്തരവൊന്നും വേണ്ട, മൈറ്റോകോൺട്രിയ ഡിവൈഡ് ചെയ്യും. അപ്പോ മൈറ്റോകോൺട്രിയ നമുക്ക് എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ പെടുത്താൻ പറ്റുമോ? പറ്റില്ല. ഇതേപോലെ വേറൊരാളാണ് പ്ലാസ്റ്റിഡ്, അതായത് പ്ലാന്റ്സിനകത്തുള്ള പ്ലാസ്റ്റിഡ്. അയാളുടെ ഉള്ളിൽ റൈബോസോം ഉണ്ട്, അയാളുടെ ഉള്ളിൽ DNA ഉണ്ട്, അയാളുടെ ഉള്ളിൽ RNA ഉണ്ട്. അപ്പോ അയാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് സെല്ലിന്റെ എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ പെടുത്താൻ പറ്റില്ല. So remember that organelles which obeys the command of the nucleus and they are accepting the the things happening in the cell. സെല്ലിൽ നടക്കുന്ന കാര്യങ്ങൾ അവരുടെ തീരുമാനത്തിനല്ലാതെ ന്യൂക്ലിയസ് പറയുന്നത് പോലെ കൊണ്ടുവന്ന ആൾക്കാരൊക്കെ നമുക്ക് എന്തിൽ പെടുത്താം? എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ പെടുത്താം. But someones are having their own properties. അവരുടെ തന്നെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന മൈറ്റോകോൺട്രിയ, പിന്നെ അതുപോലെ പ്ലാസ്റ്റിഡ്, ഇവർക്കൊക്കെ സ്വന്തമായി ജനറ്റിക് മെറ്റീരിയൽ, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്, സ്വന്തമായി ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ്, എനർജി റിക്വയർമെന്റ് കൂടിക്കഴിഞ്ഞാൽ ഫിഷൻ വഴി ഈ പറയുന്ന മൈറ്റോകോൺട്രിയയുടെ എണ്ണം കൂടും.
അങ്ങനെ വരികയാണെങ്കിൽ അവരെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ പെടുത്താൻ പറ്റില്ല. സോ ദേ ആർ ഔട്ട് ഓഫ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. അപ്പൊ നമ്മുടെ എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ വരുന്ന ആൾക്കാരുടെ പേരുകൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഒന്ന് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, പിന്നെന്താണ് ഗോൾഗി കോംപ്ലക്സ്, പിന്നെ അതേപോലെ തന്നെ ലൈസോസോംസ്, പിന്നെ അതേപോലെ തന്നെ വാക്യൂൾസ്. ഇതൊക്കെ എന്താണ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ വരുന്നതാണ്. ഇനി എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ വരുന്ന ആൾക്കാരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്, അത് വരുന്നത് എന്താണെന്ന് അറിയോ, അത് നോട്ട് ചെയ്ത് വെച്ചോളാം. ഇതിന്റെ പാർട്ട് 2 വരുന്നത് എന്താണെന്നറിയോ, സൺഡേ ഈവനിങ് നിങ്ങൾക്ക് ഈ പറഞ്ഞ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിന്റെ പാർട്ട് 2. സോ ആക്ച്വലി ഇതൊരു റിവിഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാവാൻ ഇത് സഹായിക്കുമെന്ന് തോന്നുന്നുണ്ട്. സോ എനിവേ നിങ്ങൾക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ സൺഡേ എടുത്തു തരാം. സോ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തത്, നമ്മൾ 400 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു ഉജ്ജ്വലമായ കാര്യം, എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്റെ ക്ലാസ്സിന്റെ ഇടയിലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടാവണം. സോ താങ്ക് യു, ഗുഡ് നൈറ്റ്.